Okay. So audible ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെയും പത്രം in half an hour ഒന്ന് കവർ ചെയ്യാം. സോ നമുക്കറിയാം ഹാഫ് ആൻ അവർ ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ കാര്യമായിട്ട് പഠിക്കണം, ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് ഒഴിവാക്കാം എന്നതിനൊരു ഗൈഡൻസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് സമയം കളയണ്ട. 8:01. സോ ഇത് 7-ലെ പത്രമാണ്. ഓക്കെ. ഫ്രണ്ട് പേജ് നമ്മൾ എടുത്തു നോക്കിയാൽ പ്രധാനപ്പെട്ട വാർത്തകൾ പുതിയ വൈസ് പ്രസിഡന്റിലേക്ക് വന്നു എന്നുള്ളതാണ്. ആൻഡ് ഈ വാർത്തയിൽ പുതിയതായിട്ട് നിങ്ങൾ ഈ വാർത്ത വായിച്ച് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവമല്ല. നിങ്ങൾ പൊളിറ്റിയിൽ വൈസ് പ്രസിഡന്റ് ചാപ്റ്റർ എടുക്കുക, അത് നല്ല രീതിയിൽ പഠിക്കുക. പുള്ളിയുടെ അധികാരങ്ങൾ, പുള്ളി കത്ത് എഴുതുന്നു, മീൻസ് രജിസ്ട്രേഷൻ ലെറ്റർ എഴുതുന്നു, പുള്ളിക്ക് എപ്പോഴൊക്കെയാണ് പുള്ളി ചെയർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കംപ്ലീറ്റ് അറിയാമെങ്കിൽ then you are done. Then embassy intact, India ups Kabul work. Team that moved into mission finds equipment safe. അപ്പോൾ നമ്മൾ പുതിയൊരു എംബസി കാബൂളിൽ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. അതാണ് ഈ വാർത്ത. To increase its operations in Afghanistan with technical team posted there in June focusing on business and trade opportunities and distribution of food and medical aid. പ്രധാന ഭാഗം നമുക്ക് വായിച്ചു നോക്കാം. Since July and begin a weekly service as well, confirmed officials indicating they expect more goods. However, the embassy, which has 60 to 70 personnel so far, has not opened any visa visitation service yet. Only limited number of visas have been issued Afghanistan citizens through the e-visa route, disappointing hundreds of students and patients requiring treatment in India. A senior government official said that, contrary to expectations, the team has moved into embassy on 23rd June. വലിയ വാർത്തയാണ്. ഇതിന്റെ ബാക്കി പേജ് 7-ലൊക്കെ ഉണ്ട്. കണ്ടിന്യൂഡ് ഓൺ പേജ് 7. സോ ഇതിന്റെ പ്രാധാന്യം, നമ്മൾ കാബൂളിൽ തുറന്നു, അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ എംബസി തുറന്നു എന്നുള്ളതാണ്. റൈറ്റ്. അഫ്ഗാനിസ്ഥാൻ ഇഷ്യൂ ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ ഈ ന്യൂസിൽ നിന്ന് മാത്രമൊന്നും കിട്ടാനില്ല. നമ്മുടെ താലിബാൻ ഇഷ്യൂ, താലിബാന്റെ കയ്യിലേക്ക് അഫ്ഗാനിസ്ഥാൻ വന്നതിന് ശേഷം ഇന്ത്യക്കുള്ള റോൾ. സോ ഇന്ത്യയുടെ അപ്പോസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. ചൈനയെ സപ്പോർട്ട് ചെയ്യും, ഇന്ത്യയെ തള്ളിപ്പറയും ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് താലിബാൻ ഗവൺമെന്റ്. നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ അവിടെ എങ്ങനെ ഇന്ത്യ തിരിച്ച് ഈ സ്ഥലത്ത് നമ്മുടെ ഡിപ്ലോമാറ്റിക് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്നതാണ് വിഷയം. സോ ചെറിയ ചെറിയ പ്രോഗ്രസ്സുകൾ നമുക്കുണ്ട് എന്നാണ് ഈ വാർത്ത പറയുന്നത്. സോ ആ വാർത്തയിൽ ഡയറക്റ്റ് ആയിട്ടൊന്നും വരാൻ യാതൊരു സാധ്യതയുമില്ല. സെന്റർ സൗണ്ട്സ് കോഷൻ ഓവർ സ്റ്റഡി റൈസ് ഇൻ COVID-19 കേസസ്. നമ്മുടെ നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും സർക്കാർ വിവരം പുറത്തുവിടാനായിട്ടാണ് നല്ല രീതിയിൽ കോവിഡ് വ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് നിങ്ങൾ മാസ്ക് വെക്കണം എന്നൊക്കെ പറയുന്നത്. സോ കോവിഡ് ഈസ് ഇൻ ഹൈ. പക്ഷെ കോവിഡിനെ പറ്റി പുതുതായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. നാട്ടിൽ അങ്ങനെ സംഭവം നടക്കുന്നുണ്ട്. ചൈന തായ്വാൻ ഇഷ്യൂ, പുതിയ യുദ്ധത്തിനുള്ള കള ഒരുങ്ങിയാണ്. നമ്മുടെ ഉക്രൈൻ റഷ്യ ഇഷ്യൂവിന് ശേഷം അടുത്ത ഒരു അടി എവിടെ പൊട്ടും ചോദിച്ചാൽ അതിന് സാധ്യത ഉള്ളത് തായ്വാൻ ചൈനയിലാണ്. സോ ചൈനയ്ക്ക് തായ്വാൻ പിടിച്ചെടുക്കണം, സ്വന്തമാക്കണം എന്ന ആഗ്രഹമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ. സോ ചൈന എന്ത് ചെയ്തു? തായ്വാനെ പേടിപ്പിക്കാൻ തുടങ്ങി. കുറച്ച് നാളായി പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പേടിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മസിലുരുട്ടി മറ്റവനെ പേടിപ്പിക്കുന്ന പോലെ കടലിൽ മിലിറ്ററി എക്സസൈസുകൾ നടത്തി തായ്വാനെ ഞെട്ടിക്കാനാണ് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ എടുത്ത സമയത്ത് ഈ അമേരിക്കൻ പ്രസിഡന്റ് തായ്വാനുമായിട്ട് അടുക്കുന്നത് പുള്ളി രോഷം പ്രകടിപ്പിച്ചതും നേരിട്ട് ബൈഡൻ സാറിനെ വിളിച്ച കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു. സോ ചൈനയ്ക്ക് പ്രശ്നമാണ് അമേരിക്ക കൂടുതൽ അടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇതിന്റെ അകത്ത് കൂടുതലായിട്ടൊന്നും കിട്ടാനില്ല. സോ മിസൈൽ പ്രൊഡക്ഷൻ ഡയറ്റ്, ഒഫീഷ്യൽ ഡൈസ് amid the tensions, Taiwan media report on Saturday a top military of overseeing missile production died from heart attack. So nothing else. LG suspends 11 officials or lapses. Delhi news ആണ്, അത് വിട്ടയ്യ. Sri Lanka Airlines asked China to defer ship visit. India had raised objections last week. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കവർ ചെയ്ത ന്യൂസ് ആണ്. ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. ഈ മാപ്പ് ഉണ്ടാക്കുന്ന GPS പോലെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ചൈനയുടെ പൊസിഷനിങ് സിസ്റ്റത്തിന്റെ ഷിപ്പ്
ശ്രീലങ്കയിൽ വരുന്നു, ഇന്ത്യക്ക് അത് സുരക്ഷാ ഭീഷണിയാണ്, ഇന്ത്യ അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രീലങ്കയെ പ്രഷർ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. സോ അത് വർക്ക് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. മോദിജി ഈ കാര്യത്തിലൊക്കെ സംഭവമാണ്. സോ ശ്രീലങ്ക എന്ത് ചെയ്തിരിക്കുന്നു, ചൈനയോട് ആ വിസിറ്റ് ഡിലേ ചെയ്യാൻ ആവശ്യപ്പെട്ടാണ്. സോ അഗെയിൻ സർക്കാരിന്റെ ഒരു വിജയമാണ് നമുക്ക് വേണേൽ പറയാം. സോ എനിവേ നമ്മുടെ സെക്യൂരിറ്റി, ഇന്റേണൽ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. RCP Singh quits JDU over corruption charges raised by party. Not needed. സിറ്റി പേജിൽ നമുക്ക് ആവശ്യമൊന്നും ഉണ്ടാവാറില്ല. ഗവൺമെന്റ് അലീസ് കറപ്ഷൻ ഡിസിഷൻസ് ഓഫ് ഫോമർ LG Satyendra Jain wives granted interim bail. Not needed, not needed, not needed. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് വരാം. സിറ്റി ന്യൂസ് ആണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ടു റിവാർഡ് ദോസ് ഹു ഡിക്റ്റഡ് ഡമ്മി IEs. Delhi police have decided to reward people who have dictated dummy improvised explosive devices planted by special cell in different districts of the capital, which is said on Saturday. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ നേരിട്ട് ഇത് വായിക്കുന്ന സമയത്തൊന്നും തോന്നില്ലെങ്കിൽ പോലും ഇതിന് പുറകിൽ നമുക്ക് വായിക്കേണ്ട കാര്യമുണ്ട്. ഇത് നേരെ ബന്ധപ്പെട്ട് നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി ആയിട്ടാണ് ഇതിന് ന്യൂസിന് ബന്ധം വരുന്നത്. സോ എപ്പോഴാണ് നമ്മൾ നാട്ടുകാരെ മൊത്തം ബോധവൽക്കരണം നടത്തുക? കോവിഡിനെതിരെ ഒരു ബോധവൽക്കരണം, നിങ്ങൾ കൈ കഴുകണം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്ത് ചെയ്യണം, മാസ്ക് ഇടണം, ഇന്ന രീതിയിൽ ശുചിത്വം പാലിക്കാനുള്ള ബോധവൽക്കരണം വരുന്നത് ഒരു രോഗം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നമ്മുടെ മണ്ണിലേക്ക് വരുന്നതിന് മുമ്പാണ്, അല്ലെങ്കിൽ സൂചകമായിട്ടാണ്. സോ ഇവിടെ സൂയിസൈഡ് ബോംബിംഗ് നമുക്ക് ഇഷ്ടം പോലെ ഉള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ പല പ്രാവശ്യം ബോംബുകൾ പൊട്ടിയിട്ടുണ്ട്. സോ ഡൽഹി പോലീസ് എന്ത് ചെയ്യാണ്, നാട്ടുകാരെ ബോംബ് ഡിറ്റക്ട് ചെയ്യാൻ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ബോംബ് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്റ്റെപ്പാണ്. സോ അതൊരു അവയർനെസ് ഭാവിയിലേക്ക് വേണ്ടി അല്ലെങ്കിൽ വരും കാലത്തേക്ക് വേണ്ടി ഒരു അവയർനെസ് പ്രോഗ്രാമായിട്ട് എടുക്കാം. അല്ല എങ്കിൽ ഡൽഹി ഇപ്പോഴുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സുരക്ഷാ ഭീഷണി ശക്തമാണ്, ഇത്തരം പ്രശ്നങ്ങൾ സർക്കാർ അല്ലെങ്കിൽ പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് എന്നും നമുക്കിതിനെ വായിക്കാം. രണ്ടാണെങ്കിൽ പോലും ഇത് ഇന്റേണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്ന നല്ലൊരു മൂവാണ്. സോ ഒരിക്കലും പോലീസിന് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല വിത്തൗട്ട് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ടു ദ പീപ്പിൾ. സോ ജനങ്ങളെയും ഓട്ടോക്കാരെ ബസ്സുകാരെയൊക്കെ ഒരു ബോംബ് ആരെങ്കിലും വെച്ചിട്ട് പോയാൽ അതെങ്ങനെ തിരിച്ചറിയാം, അതിന് ട്രെയിനിങ് കൊടുക്കുക എന്നൊരു നല്ല പരിപാടി ഡൽഹിയിൽ നടക്കുന്നുണ്ട്. സോ അതിൻ്റെ അകത്ത് നമുക്ക് വായിച്ചെടുക്കാവുന്ന രണ്ട് കാര്യമാണ്. സോ അത്തരം അറ്റാക്സ് നമ്മൾ ഒന്നെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവാം, രണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി ശക്തമാക്കുന്നതിന് വേണ്ടി പ്രിവെന്റീവ് മെഷറായിട്ട് ചെയ്യുന്നതാവാം. നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി നല്ല ഹെഡിങ് ഉള്ള ഒരു സംഭവം സ്റ്റേറ്റ് പേജിലാണ് വരുന്നത്. വാട്ട്സ് റോങ് ഇൻ പ്രൊവൈഡിങ് ഫ്രീ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. നമ്മൾ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലും ഹെൽത്ത് കെയർ കൊടുക്കുന്നതിലും എന്താണ് തെറ്റ്? ഇതാണ് ചോദ്യം. ഇത് നമുക്ക് ആവശ്യമുള്ള സംഭവം ഉണ്ടോ എന്നുള്ള സംശയമാണ്. എന്നാലും നമുക്ക് നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ നിന്ന് എഴുതിയിട്ടുള്ള ഒരു സാധനമാണ്. ബട്ട് സ്റ്റിൽ വി വിൽ ഗോ ത്രൂ ഇറ്റ്, റൈറ്റ്. ഡൽഹി ചീഫ് മിനിസ്റ്റർ നമ്മുടെ കേജ്രിവാൾജി എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഇവരുടെ ഫ്രീ ബീസ് ഐഡിയാസിനെ എന്ത് ചെയ്യാണ്, ഡിഫെൻഡ് ചെയ്തു. ഡൽഹിയിലാണെങ്കിലും പുള്ളിയുടെ ഒരു ശൈലി നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒരുപാട് സാധനങ്ങൾ പുള്ളി ഫ്രീ ആക്കി. ഡൽഹിയിൽ പുള്ളി പിന്നെയും ജയിക്കാനുള്ള പ്രധാന കാരണമാണ്. ഡൽഹി ഇസ് എ റിച്ച് ഗവൺമെന്റ്. ഡൽഹിയിലെ ഗവൺമെന്റ് ഒരുപാട് പൈസ വരുമാനമുണ്ട്. സോ പുള്ളിക്ക് ഫ്രീ ബീസ് ഒക്കെ കൊടുക്കുക. സോ അടുത്ത് ടോട്ടലി പൊളിറ്റിക്കൽ തിങ്. റെവഡി കൾച്ചർ നരേന്ദ്രമോദി പുള്ളിനെ കളിയാക്കിയതാണ്. സോ എനിവേ പുള്ളി ഇതിനെ ഡിഫെൻഡ് ചെയ്തു എന്നതാണ് വാർത്ത. ലൈറ്റ്. സോ എന്താണ് ഡൽഹി CM ഈ സർക്കാർ പോളിസിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്? പുള്ളിയുടെ ഒരു വേർഷൻ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പരീക്ഷയ്ക്ക് ആൻസറിലൊക്കെ ഉപയോഗിക്കാം. സോ ഇറ്റ് ഈസ് അവർ പോളിസി ടു ഓഫർ ഫ്രീ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ടു ഓൾ വെർ ഇറ്റ് കോസ്റ്റ് 10 lakh 40 lakh and irrespective of whatever you are rich or poor, he said, adding similarly you shouldn't the government be providing free and quality education. It's a work of national building. Despite providing the best quality education, free healthcare and free power, he said Delhi government is debt free, unlike BJP-led Gujarat government, which is the led by 3 lakh crore. Ease of business in Gujarat, he offered value-added taxes, so promised that his party would not allow
paid Raj on that business. Totally, നമ്മൾ വായിച്ചു വന്ന സമയത്ത് നമുക്ക് വലിയ ആവശ്യമുള്ള സംഭവമല്ല എന്നത് തിരിച്ചറിവിൽ നമ്മൾ എത്തി. So we are leaving that. Odisha government denying data on human rights violations. State government citing security section of RTA Act says activists. Section 24 of the Right to Information Act to deny information to the public. Section 24 of the Act exempts certain intelligence and security organizations from the ambit of transparency law. The State Home Department was requested to supply incidences of police firing, resultant deaths, probe details, action taken report, and compensation paid to victims for firing between 2010 and 2022. ഒഡീഷ ഗവൺമെന്റ് മാത്രമല്ല, കേരള ഗവൺമെന്റും ഒരുപാട് ആൾക്കാരും ചെയ്യാറുള്ള സംഭവമാണ്. ഒരു എളുപ്പപ്പണിയാണ്. സോ ഇത് ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് എടുക്കാം. ഈ വെടിവെപ്പിന്റെ ഇഷ്യൂ നമ്മൾ എടുക്കണ്ട. പക്ഷെ RTA ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന സംഭവം ഒരു തമാശയായിട്ട് മാറുന്നു പല സമയത്തും എന്നാണ് ഇഷ്യൂ. ഇപ്പൊ ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു സെൻസിറ്റീവ് ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ സെൻസിറ്റീവ് ആവുന്നത് നാടിന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട സംഭവമായിട്ടൊന്നും ആയിരിക്കത്തില്ല. എങ്കിൽ പോലും അത് പ്രശ്നമാണ്, ഭരണാധികാരികൾക്ക് പ്രശ്നമാണ്, പുറത്തേക്ക് കൊടുക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞത് ഇവരങ്ങ് ഡിനൈ ചെയ്യും. സോ നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ഉണ്ട് എന്ന് പറയാവുന്നേ ഉള്ളൂ. സോ ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു? ഒഡീഷ ഗവൺമെന്റ് ഡിനൈ ഡാറ്റ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്. സോ അവിടെ ഇങ്ങനത്തെ ഒരു സംഭവം പോലീസ് ഫയറിംഗ് നടന്ന സമയത്ത് ഉണ്ടായ ആക്ഷനെ പറ്റിയിട്ടുള്ള ഡാറ്റ ചോദിച്ച് കൊടുത്ത സമയത്ത് അത് എന്ത് ഇന്റേണൽ സെക്യൂരിറ്റിന്റെ ഭാഗമാണ്, ഇങ്ങനെ പ്രശ്നമുണ്ട്, സ്റ്റേറ്റ് സെക്യൂരിറ്റിന്റെ ഇഷ്യൂ ആണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? അത് തള്ളിക്കളയും. ഇത്തരത്തിൽ ഗവൺമെന്റ് RTA ആക്ടിനെ മുഖവിലക്കെടുക്കാതെ അല്ലെങ്കിൽ മുഖതാവിൽ തന്നെ നേരിട്ട് തന്നെ ലംഘിക്കുന്നത് ഈസ് ഇറ്റ് ഗുഡ് ഫോർ ഡെമോക്രസി? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. So recently Orissa High Court ruled that Vigilance Department cannot take the cover of Section 24 of RTA Act to withhold disclosure of information. So അടുത്ത ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. കോടതി എന്ന് പറയുന്ന ഒരാളില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി പോയേനെ. അപ്പൊ കോടതി പറഞ്ഞു കൃത്യമായിട്ട് നിങ്ങൾ ഈ എല്ലാ സ്ഥലത്തും Section 24 ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇന്റലിജൻസ് സെക്യൂരിറ്റി ഓർഗനൈസേഷന്റെ ട്രാൻസ്പെറൻസിയിൽ വരത്തില്ല എന്നുള്ള സാധനവും ഇന്റേണൽ സെക്യൂരിറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇതിങ്ങനെ ഓരോ പ്രാവശ്യവും ഇൻഫർമേഷൻ തരാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല എന്ന് കോടതിയും പറഞ്ഞു കഴിഞ്ഞു. സ്റ്റിൽ ഇനിയും ഒരുപാട് കോടതികൾ, സുപ്രീം കോടതി വരെ പറയേണ്ടി വരും. ഇല്ലാത്ത പക്ഷം എല്ലാ ഗവൺമെന്റും ഈ പരിപാടി തുറന്നുകൊണ്ടേയിരിക്കും. സോ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്ക് GS ആൻസേഴ്സിൽ പല ഭാഗത്തും ഇത്തരം അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് RTA സംഭവം. ഡ്രൈവേഴ്സ് സീക്സ് വെൽഫെയർ ബെനിഫിറ്റ്സ് ഇൻ ഡ്രൈവ് സ്കീം, ക്യാപ്പിംഗ് കമ്മീഷൻ ഇൻസ്ട്രക്ഷൻസ്. നമുക്ക് ആവശ്യമുള്ള സാധനമല്ല. FC ബോസ്നോല classifieds. Stalin government work not hit by delay, Canada's pension day undisclosed. IT rates of Tamil film producers. Undisclosed income of 200 crore found after IT raids on Tamil film producers. 226 crore in cash, gold jewelry worth 3 crore also seized. Details provided by the IT department show that during the search, several incriminating documents and digital evidences relating to unaccounted cash transaction investments have been seized. Secret and hidden premises have been unearthed. In case of the film production house evidence, നമുക്ക് ആവശ്യമുള്ളതൊന്നും ഇതിൻ്റെ അകത്ത് കിട്ടിയില്ല. ജസ്റ്റ് നമ്മുടെ ഹെഡിങ് മാത്രം നമ്മുടെ സിലബസിൽ വരുന്ന സംഭവമാണ്. IT raids and black money or white money issues. പക്ഷെ നമുക്ക് ആവശ്യമുള്ള അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ദാറ്റ്സ് വേസ്റ്റ്. ED accuses Varsha Rawat for 9 hours in money laundering case. Again, money laundering എന്ന് പറയുന്നത് നമ്മൾക്ക് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ അതും ഉപയോഗമുള്ള ഒരു സാധനം ന്യൂസിൽ ഉണ്ടാവുന്ന ഒരു നിർബന്ധമല്ല. ഓക്കെ, 30 ചോദ്യം ചെയ്ത കാര്യങ്ങൾ മാത്രമേ ന്യൂസിൽ പറയുന്നുള്ളൂ. സോ നോ പോയിന്റ്സ് ഫോർ us. Academic year nearing fag end, but students in West Bengal yet to get uniforms. Nope. Sri Lanka's job hunt in West Asia hurts prospects of NRIs. So ഇതെന്താ സംഭവം നമുക്ക് നോക്കാം. നമുക്ക് കണ്ടിട്ട് ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള സാധനമായിട്ട് തോന്നുന്നുണ്ട്. റൈറ്റ്. So desperate migration of Sri Lankan youth to West Asian cities in search of jobs has created flutters in overseas job market as it may affect employment prospects of Indians, especially Keralites, who account for a major share of Indians who work in Gulf Cooperation Council countries.
സോ മലയാളികൾക്ക് അടുത്ത പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആരുടെ ഭാഗത്തു നിന്നും, ശ്രീലങ്കക്കാരുടെ ഭാഗത്ത്. ഒന്നാമത് ആദ്യത്തെ പണി വന്നിരുന്നത് പാകിസ്ഥാനികളായിരുന്നു, പിന്നെ ബംഗാളികളായി, ഇപ്പൊ ശ്രീലങ്കക്കാർക്കും നമുക്കിട്ട് പണി തരുന്നു എന്നാണ് ന്യൂസ് പറയുന്നത്. സോ ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. ഈ ആർട്ടിക്കിൾ നമുക്ക് കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു സാധനമാണ്. റൈറ്റ്. സോ നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അവർ യൂത്ത്, ഇത് വലിയൊരു ഇഷ്യൂ ആണ്. നമ്മൾ എങ്ങനെയാണ് എംപ്ലോയ്മെന്റ് കണ്ടെത്തുക നമ്മുടെ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ളത്. സോ നമുക്കറിയാം, ആ കൂടി സർക്കാർ കാണുന്ന ഒരു സംഭവം, ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ജോബ്സിന്റെ എണ്ണം കുറവാണ്. സോ നമ്മൾ യൂത്തിനെ ട്രെയിൻ ചെയ്ത് പുറം രാജ്യങ്ങളിലേക്ക് അയച്ച് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നിൽ കാണുന്ന മെയിൻ ഒരു ഐഡിയ. സോ ഇന്ത്യ ആണ് ഇപ്പൊ നിലവിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ റെമിറ്റൻസസ് ഉണ്ടാക്കുന്ന രാജ്യം, അതായത് വിദേശത്ത് പോയി വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന രാജ്യം അതാന്ന് ചോദിച്ചാൽ ഇന്ത്യ. സോ നമ്മൾ ഈ അടുത്ത് സൗത്ത് കൊറിയ വരെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. സൗത്ത് കൊറിയയിലേക്ക് ഉള്ളി കൃഷിക്ക് ആൾക്കാർ ഉണ്ടെങ്കിൽ പോന്നോളാനൊക്കെ പറഞ്ഞ് കേരള സർക്കാരിന്റെ പദ്ധതിയൊക്കെ നമ്മൾ കണ്ടേ. ശ്രീലങ്കയിൽ വലിയ പ്രശ്നം നടക്കാന്നറിയാം, അവിടുത്തെ ആൾക്കാർക്ക് അവിടെ ജോബ്സ് ഇല്ല. സോ ദേ ആർ ട്രൈങ് ടു മൈഗ്രേറ്റ്. കുടിക്കാൻ കഞ്ഞി കൊടുത്താൽ മതി, പണി എടുത്തോളാം എന്ന നിലപാടിലാണ് ശ്രീലങ്കക്കാർ. സോ ഇത് ആർക്കാണ് പ്രശ്നം പറ്റുക? ഇവര് ഗൾഫിലേക്കും ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലുള്ള രാജ്യങ്ങളിലേക്ക് ശ്രീലങ്കക്കാർ പോകുന്നു. ഇവര് അവിടെ എത്തുന്ന സമയത്ത് കുറഞ്ഞ ചെലവിൽ വർക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് അത് ബാധിക്കാൻ പോകുന്ന ആരെയാണ്? ഇന്ത്യക്കാരെയാണ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. As many as 1.5 Sri Lankan youths have left various countries, mainly West Asia, left for various countries, especially West Asia since January. So ഇവിടെ അടുത്ത പ്രാവശ്യം കൂടി ഒരു സംഭവം കൂടി നമുക്ക് മനസ്സിലായി. ഒരു രാജ്യത്തിന് വലിയ സാമ്പത്തിക ക്രൈസിസ് വന്നാൽ, അവിടെ നടക്കാൻ പോകുന്ന റിസഷൻ വന്നാൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ജോലി തേടി പലായനം ആരംഭിച്ചു. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മൈഗ്രേഷൻ, റൈറ്റ്? നമ്മൾ പൂർണ്ണമായി കുടുക്കിയിട്ട് വിട്ടില്ല എന്നേ ഉള്ളൂ. യൂത്ത് എന്ത് ചെയ്യാണ്? ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ് ശ്രീയിൽ നിന്നൊക്കെ ആൾക്കാർ പലായനം ചെയ്ത് പോയ പോലെ, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് പണ്ട് ഇന്ത്യയിലേക്ക് വന്ന പോലെ, പീപ്പിൾ ആർ ലീവിങ് ശ്രീലങ്ക. സോ ഇവർക്ക് ഈ മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന ആൾക്കാർ ഇന്ത്യയിൽ നിന്നുള്ള വർക്ക് ഫോഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. എംപ്ലോയ്മെന്റ് ഫോഴ്സ്, ദ കറന്റ് ട്രെൻഡ് ഓഫ് ഡിസ്ട്രസ്ഡ് മൈഗ്രേഷൻ ഫ്രം ശ്രീലങ്ക ഹാസ് പൊട്ടൻഷ്യൽ ടു റീപ്ലേസ് എ സെക്ഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ഫ്രം കേരള ആൻഡ് ദ ഗൾഫ്. Among the countries which received the Sri Lankans, Kuwait accounts for the highest number, followed by Qatar, Saudi Arabia, South Korea, Japan. Obviously, Sri Lankan migration GCC would have a ripple job market in West Asia, as large-scale migration would often redefine existing markets, and chances were high if it was distressed migration, said. Earlier, female housemaids from Sri Lanka had mainly migrated to West Asian cities, even as educated people from that country were looking for Commonwealth countries such as Australia or UK for migration. But the current spectrum of civil war, coupled with political and economic uncertainty, seem to have driven present distressed migration. എല്ലാ മലയാളികളാണ് ഇതിന്റെ അഭിപ്രായം പറയുന്നത്. മലയാളികൾക്ക് ഉള്ള പ്രശ്നം എന്തുണ്ടായിരിക്കും? ഓക്കെ. സോ 3 കാര്യങ്ങൾ ഇതിന്റെ അകത്ത് നിന്ന് എടുക്കാനുള്ള കാര്യങ്ങൾ. വാട്ട് ഈസ് GCC? GCC എന്താണ്? ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലുള്ള രാജ്യങ്ങൾ ഏതാണ്? ഇവരുടെ വർക്ക് എന്താണ്? ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇതാണ് ഫസ്റ്റ് പോയിന്റ് ഫ്രം ദിസ്. സെക്കൻഡ്, ജോബ് മാർക്കറ്റ്. ലോകത്തിൽ എവിടെയൊക്കെയാണ് എമർജിംഗ് ജോബ് മാർക്കറ്റായിട്ട് ഇന്ത്യ കാണുന്നത്? നിലവിൽ കേരളം അടക്കമുള്ള സ്റ്റേറ്റിന്റെ എക്കണോമി ഗൾഫിനെ ആശ്രയിച്ച് മാത്രമാണെന്ന് പറയുന്നവരുണ്ട്, അല്ല എന്ന് പറയുന്നവരുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണ്? സോ ഗൾഫിൽ നിന്ന് കേരളക്കാരുടെ ജോലി കുറഞ്ഞു വരികയാണെന്ന് ഒരു ട്രെൻഡ് ഉണ്ട്. അത് സ്വദേശിവൽക്കരണമാണ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നൗ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ദീസ് പീപ്പിൾ, സ്വദേശിവൽക്കരണമാണ്, പുറമേന്ന് ആളെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ കുവൈറ്റും ഖത്തറും ഒക്കെ കൊട്ടക്കണക്കിനാണ് എന്ത് ചെയ്യുന്നത്? ശ്രീലങ്കൻസിനെ വെൽക്കം ചെയ്യുന്നത്, ടു മേക്ക് ദർ വർക്ക് ഫോഴ്സ്, റൈറ്റ്? സോ ഇവര് ഇങ്ങനെ സാധനം കൊണ്ടുവരുന്നുണ്ട്. പകരം അമേരിക്കയിലെ കേരളക്കാരെയും ഇന്ത്യക്കാരെയും എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സോ വൈ, എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരെ ഇവർ പുറത്താകാൻ കാരണം? പുറത്താക്കിയിട്ടില്ല, പുറത്താക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം അതിനനുസരിച്ച് ശ്രീലങ്കക്കാരെ ഇവർ എടുക്കുന്നു. മേ ബി ബിക്കോസ് ഓഫ് ലേബർ ചാർജസ്, അങ്ങനെ ആവാൻ സാധ്യത ഉണ്ട്, റൈറ്റ്? വിദ്യാഭ്യാസം ഇല്ലാത്ത ബ്ലൂ ക്ലോവർ ജോബുകളാണ് പോവുക. സോ ശ്രീലങ്കയിൽ നമുക്ക് അറിയാം, ദേ ഡോണ്ട് ഹാവ് ദ ഹിസ്റ്ററി ഓഫ്, ഇപ്പോഴും അവർക്ക് എന്തില്ല?
എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അവർക്ക് എഡ്യൂക്കേറ്റഡ് ആൾക്കാർ വേണ്ട, സ്കിൽഫുൾ ആയിട്ടുള്ള ലേബർ വേണ്ട ഏരിയയിലൊന്നും ലേബർ സപ്ലൈ ചെയ്യാൻ ശ്രീലങ്കയ്ക്കായിട്ടില്ല. സോ പണി കിട്ടും എന്ന് പറഞ്ഞാൽ പോലും സാധാരണ ജോലികൾ ചെയ്യുന്ന, ഓഡ് വർക്കുകൾ ചെയ്യുന്ന, ബ്ലൂ കോളർ ജോബ്സ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഇത് ബാധിക്കുക. ഇടുക്കി റിസർവ് ഓൺ റെഡ് അലർട്ട്, ബിൽഡിംഗ് കൊളാപ്സ് ഇൻ ബംഗളൂരു, നോട്ട് നീഡഡ്. കേരള ഗവർണർ ഡിഫൻസ് മൂവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് പാനൽ ഇൻ പിക് വിസി. ജാക്ക് ഫ്രൂട്ട് ഫെസ്റ്റിവൽ ഇൻ മൈസൂരു. ടൈഗേഴ്സ് ഇൻ ദ വൈൽഡ് ക്യാപ്ചർഡ് ബൈ ക്യാമറ ട്രാപ്സ്. ഓക്കെ, ടൈഗർ എന്ന് കണ്ടാൽ നമ്മൾ വായിച്ചു നോക്കാം. എൻവയോൺമെന്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി അന്നേരം മനസ്സിലേക്ക് വരും. Big cats in AP forest. For 𝐴𝐰𝐰𝐰𝐿𝐴, it was unforgettable. The whole idea of holding exhibition is to 𝐸𝐶𝐸𝐿 reserve covers a distance of 200 kilometers and males of 250 kilometers, which also mean mating extremely difficult, he explained. Okay, ഇവിടെ ആ കൂടി നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഒറ്റ ഒരു കാര്യം, ചാലഞ്ചസ് ടാസ്ക്. അതിൻ്റെ അകത്ത് താഴേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവർ കഷ്ടപ്പെട്ട് ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത കാര്യമാണ് പറയുന്നത്. അതിലൊരു കാര്യം നമുക്ക് പറയുന്നുണ്ട്. Unlike tigers in the reserve forest, which have a normal territory of 30 kilometers, these in the 𝐸𝐶𝐸𝐿 reserve cover a distance of 200 kilometers and the males often 250 kilometers. ഇത് മാത്രം ഒരു എക്സ്ട്രാ പോയിന്റ് ഫാക്ട് ആയിട്ട് നമുക്ക് ഇതിനകത്ത് എടുക്കാനുള്ളൂ. സാധാരണ ഇതിൻ്റെ അകത്ത് പറഞ്ഞു വെച്ചാൽ അൺലൈക്ക് ടൈഗേഴ്സ് ഇൻ റിസർവ് ഫോറസ്റ്റ്, അതായത് റിസർവ് ഫോറസ്റ്റിലുള്ള സാധാരണ റിസർവ് ഫോറസ്റ്റിൽ ഉള്ള ഒരു കടുവയുടെ ഏരിയ എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ചുറ്റളവിലാണ് പുള്ളി തിരിഞ്ഞു കളിക്കുക. പക്ഷെ ശ്രീശൈലം റിസർവ് ഫോറസ്റ്റിൽ അങ്ങനെയല്ല, 200 കിലോമീറ്റർ വരെ ഇവരെന്ത് ചെയ്യാറുണ്ട്, മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. മെയിൽസ് ഓഫൺ 250 കിലോമീറ്റേഴ്സ്. കടുവ 250 കിലോമീറ്റർ ഒക്കെ കവർ ചെയ്ത് പുതിയ പുതിയ സ്ഥലങ്ങൾ തേടി പോവാന്ന് പറഞ്ഞാൽ ദർ സംതിങ് അബൌട്ട് ഇറ്റ്. പക്ഷെ എന്തുകൊണ്ടാണെന്നുള്ളത് ഇവർക്കും ഇതിന്റെ അകത്ത് വ്യക്തമാക്കുന്നില്ല. വിച്ച് ഓൾസോ മീൻസ് മേറ്റിംഗ് ഇസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. ഒന്നെങ്കിൽ കടുവകൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ഇണയെ തേടി പോകുന്നതായിരിക്കാം. അതുപോലെ തന്നെ മേറ്റിംഗും എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആണ് എന്നാണ് പറയുന്നത്. Rough estimates show that should be at least 80 tigers in the ശ്രീശൈലം reserve. Though honestly we could get 2 tigers framed. ഫോട്ടോ കിട്ടിയോ ഇല്ല എന്നുള്ള വീട്. ശ്രീശൈലത്തിൽ മൊത്തം 80 ടൈഗേഴ്സ് ആണ് ഉള്ളത് എന്നാണ് നിലവിൽ ഉള്ള ഒരു അനുമാനം. ബാക്കിയൊക്കെ ക്യാമറയിൽ പുള്ളിക്ക് കിട്ടിയതിനെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളൊന്നും അതിൻ്റെ അകത്തില്ല. ജഗദീപ് ധങ്കർ is new vice president. Embassy intact, India apps Kabul work. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. Foreign firms achieve only 82% target in defense and deals offsets. Okay, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, റൈറ്റ്. മണിപ്പൂർ ഹൗസ് gives note to NRC, അത് ആവശ്യമില്ല. Navy to hoist flag on 6 continents. അത് ഇത് വായിച്ചിട്ട് നമുക്ക് മേലേക്ക് പോകാം. To celebrate 75th year of freedom, Navy is visiting foreign ports across 3 oceans. 3 oceans and 6 different time zones. The deployments include INS Chennai, INS Betwa, Muscat. അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. But this news is actually not that much important. So നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. Foreign firms achieve only 82% target in defense deal offsets. In 15 years, India got only 5.61 billion from the estimated offset of 6.83 billion. Total offset commitment by foreign defense companies to be fulfilled in India for various defense deals during the past 15 years was 6.83 billion till August 1, of which they fulfilled 82.13%. Defense Ministry has informed Parliament expressing concern over the shortfall. The huge money could revive MSME sector and create lot of jobs. Total 15 companies have missed the first deadline set for implementation of the defense offset commitment. So ഡിഫൻസ് പ്രൈവറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത് മോദിജി തുടങ്ങിയ പുതിയൊരു സംവിധാനമാണ്, നമുക്കറിയുന്ന കാര്യമാണ്. സോ എന്നിട്ട് പോലും വിചാരിച്ച അത്ര, നമ്മൾ പ്രതീക്ഷിച്ച അത്ര പൈസ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് 6.83 ആയിരുന്നു, കിട്ടിയത് ജസ്റ്റ് 5.61 എന്ന് പറഞ്ഞാൽ മോശമല്ല, അറൌണ്ട് 82% നമ്മൾ ഉണ്ടായി കഴിഞ്ഞു. എന്നാലും ആൾക്കാർ വ്യാകുലപ്പെടുന്നത് ബാക്കി കിട്ടാതെ പോയ സംഭവത്തെ പറ്റിയിട്ടാണ്. As per DBP, offset value has been fixed at 30% of defense deals above 300 crores, which was revised to
2,000 crores in DPP 2016 for full import deals. In Defense Acquisition Procedure 2020, government removed the requirement of offset clause in intergovernmental agreements such as Rafale deal. Offset guidelines have been revised in DPP 2020, wherein preference will be given to manufacturer of complete defense products. Auditing the deals will be in September 2020 started. 46 offset contracts were signed for and similar. Okay, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയുള്ളൂ, കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഫോറിൻ ഫേംസ് അച്ചീവ് 82% എന്നുള്ള സംഗതികളിൽ ന്യൂസ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് എടുക്കേണ്ട സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. MSME സെക്ടറിന്റെ കാര്യമൊക്കെ പുള്ളി വെറുതെ ഒരു MP ആയതുകൊണ്ട് ചുമ്മാ അങ്ങ് തള്ളിവിട്ടതാ. സംഭവം നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു പൈസ നമുക്ക് ഡിഫൻസ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ കൂടി കിട്ടിയിട്ടില്ല. സോ വി വർ എയിമിംഗ് അറ്റ് ലൈക്ക് സംതിങ് ലൈക്ക് 6.83 ബില്യൺ. അതിന്റെ അകത്ത് നമുക്ക് 5.6 ബില്യൺ ആണ് കിട്ടിയത്. 82% കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും കിട്ടാത്തതിനെ പറ്റിയിട്ടാണ് MP വ്യാകുലപ്പെട്ടത്. സോ ദർ ദിസ് തിങ്, ഡിഫൻസ് ഓഫ്സെറ്റുകൾ നമ്മൾ കൊടുക്കുന്നത് അതിന് വേണ്ടി DPP ഇറക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. സോ നമുക്ക് പല സംഗതികളും ഡിഫൻസ് അക്വിസിഷൻ പ്രൊസീജിയർ എന്താണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വായിച്ചു നോക്കാവുന്നതാണ്. പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല. ബട്ട് നമ്മൾ പറഞ്ഞു ഓഫ്സെറ്റ് ആയിട്ട് 300 കോടിയുടെ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. സോ 30% ആണ് നമ്മൾ എന്ത് ചെയ്ത് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷെ നമ്മൾ വിചാരിച്ചത്ര വരുമാനം അതിന്റെ അകത്ത് കിട്ടിയില്ല എന്നുള്ളതാണ് പറയുന്നത്. വായിച്ചു നോക്കിയപ്പോൾ നമുക്ക് എടുക്കാവുന്ന വേറെ കാര്യങ്ങളൊന്നും ആ ന്യൂസിലില്ല. സോ എനിവേ നമ്മൾ വിചാരിച്ചത്ര വിജയിച്ചില്ല എന്ന സംഭവം എന്നാണ് ആ ന്യൂസ് മനസ്സിലാവുന്നത്. 6 കോർഡിനേറ്റ്സ് ഫ്ലാഗ് നമുക്ക് ആവശ്യമില്ല. Then going on, CFS man kills colleague in Kolkata. Center sounds caution as COVID race. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇതിന്റെ അകത്ത് ബാക്കി വായിക്കാത്തതുകൊണ്ട് നമുക്ക് മിസ്സായി പോകണ്ട. ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, കാബൂളിലെ ഇഷ്യൂ. ഓക്കെ, കാബൂളിലെ ഇഷ്യൂല് ബാക്കി നമുക്ക് വായിക്കാം. Though the embassy was vacated by all Indian staffs, local Afghans left behind. Afghan Prasham team found dozens of passports belonging to Afghan citizens. Few weeks later, reopened. New Delhi with clearance from Ministry of External Affairs and Home Ministry and the intelligence agencies RAW and IB were consulted in each case. In reply to Parliament, the government said it had only issued about 200 emergency e-visas to Afghan citizens. The most badly hit are Afghan students, including thousands of scholarship holders from ICCR and patients like cancer survivors needing regular chemotherapy and radiation treatment. It would be better if they issues visas in Kabul so as to verify applications on the ground rather than over email. By the Taliban regime, including acting Interior Minister Raj Haqqani has acquired his security embassies. Officials said that threat to the mission, which has been a carrying in the sense. Blah 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 blah. Unneeded. AI solution for real-time inputs for the army. Force is collaborating with DRDO. സ്വാഭാവികമാണ്, AI ടെക്നോളജി ആർമിയിലേക്ക് ഉപയോഗിക്കാൻ നമ്മൾ തീരുമാനിച്ചു. എത്ര നാളായിട്ട് തീരുമാനിച്ചായിരിക്കും. ഇപ്പൊ അടുത്ത കാലത്തായിരിക്കും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാകും. Army has the past several years developed in-house algorithms to analyze real-time inputs coming from various sensors in the field. സ്വാഭാവികം, ഇത്രയും നാളെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് നമുക്ക് ഇപ്പൊ ആവശ്യമുള്ള പുതിയ സാധനങ്ങൾ തന്നെയാണ്. The system is capable of handling heterogeneous inputs from devices such as pan, lit, zoom cameras and handle thermal images. So AI-based real-time monitoring software has been deployed for generating intelligence in counter-terrorist operations. So എല്ലാത്തിലും നമ്മൾ DRDOയുടെ സഹായത്തോടുകൂടി പുതിയ സാധനങ്ങൾ വെക്കുന്നു. ഇത്രയേ ഉള്ളൂ. തെർമൽ ഇമേജിംഗ് എന്താണ്, ഈ പറഞ്ഞ സാധനം എന്താണെന്നൊക്കെ ഇംഗ്ലീഷ് സിനിമ കണ്ടവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാകും. വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. Indians become assets where they go. ഭഗവത് ഇത് പുള്ളി വെറുതെ നമ്മളെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്. പുള്ളി RSS കാരനായതുകൊണ്ട് നല്ല രീതിയിൽ സൂചിപ്പിക്കും, നമുക്ക് ആവശ്യമില്ല. Dangar steps into polarized house. Stalin convenes meeting to establish Turkey, Tamil Nadu. SKM ex-serviceman. Nope. Okay. India's virtual herbarium, biggest database of countries' flora, is a global hit. ഇതാണ് വാർത്തയെ പറയുന്നത്. എന്താണ് പ്രധാനപ്പെട്ട കാര്യം? ഇപ്പൊ നമുക്ക് എന്താണ് ഇന്ത്യൻ വെർച്വൽ ഹെർബേറിയം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ന്യൂസിൽ പ്രധാനപ്പെട്ട സംഗതികൾ എന്താ? വാട്ട് ഈസ് അവർ വെർച്വൽ ഹെർബേറിയം? In Mann Ki Baat episode July 31, Modi ji spoke about novel initiative and said that herbarium was an interesting
collection of plants and preserved parts of plants. The virtual herbarium also presents a rich botanical diversity of the country. I am convinced that the Indian's virtual herbarium will turn to be an important resource for research on the plants of the country. ഇപ്പോൾ നാട്ടിൽ കിട്ടുന്ന എല്ലാ ചെടികളുടെയും ഫോട്ടോയും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ട് പുള്ളി ഒരു ഡിജിറ്റൽ ലൈബ്രറി പോലെ സംഭവം നമ്മുടെ ഗവൺമെന്റ് പുറത്തിറക്കിയിരിക്കുന്നു. അതാണെന്ത് വെർച്വൽ ഹെർബേറിയം. ആരാണ് പുറത്തിറക്കിയത്? ഡെവലപ്ഡ് ബൈ ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ. BSI ആണ് ഈ സാധനം പുറത്തേക്ക് കൊണ്ടുവന്നത്. സോ ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആയ സാധനമാണ്. പുതിയൊരു സംഭവം വന്നിരിക്കുന്നു, സംതിങ് കോൾഡ് വെർച്വൽ ഹെർബേറിയം, created by Botanical Survey of India. അതാണ് പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ്. Each record in the digital herbarium includes an image of the preserved plant, specimen, scientific name, collection locality and collection locality എന്ന് പറഞ്ഞാൽ ഇവർ അവിടെ കിട്ടുന്നുള്ളത്. And collection date, collector name, barcode. ഇത്രയൊക്കെ അധികമാണ്. And in vice versa, you can search for plants in their own states, which will help them identify regional plants in building regional checklist. So അതിനു വേണ്ടി പോർട്ടലൊക്കെ ഉണ്ട്. 2024 ആകുമ്പോഴത്തെ പോർട്ടലൊക്കെ നടത്തി വരും. Country which is different from herbaria located. Work on digitization specimen started. So ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. Digital herbarium has some of the oldest botanic specimens dating as early as 1696. The oldest type specimen was collected in 18 by Robert White. Type specimens are those collections that help in new discoveries and are considered of great interest by botanists and taxonomists. So നമ്മൾ ഇത്ര രണ്ട് സാധനങ്ങൾ BSI ഇങ്ങനെ സാധനം ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? വെർച്വൽ ആയിട്ടൊരു സാധനമാണ്. അതിന്റെ പടം ഉണ്ടാവും, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും, സയന്റിഫിക് നെയിമും സ്പെസിമെനും മാത്രമല്ല, അത് എവിടെ നിന്നാണ് കിട്ടിയത്, ഏതൊക്കെ സ്ഥലത്ത് ഇത് നമുക്ക് റീജിയണലി അവൈലബിൾ ആണ്, അത് കളക്ട് ചെയ്ത ആളുടെ ഡീറ്റെയിൽസ്, കളക്ഷൻ ഡേറ്റ്, എല്ലാ സാധനങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. So that's one. If 53 CUT centers delisted our glitches, BJP 6. Freedom Festival to unite youth. The വേറെ തമാശയാണ്. Which called Sanskar Ulsav, values to increase sense of duty and responsibility among youth and drive them towards nation building. In address, PM suggested building local tribal museums to celebrate the contribution of tribal freedom fighters. നല്ല കാര്യം. He also proposed a border village program for youth in order to familiarize them with the lives of people in remote corners of India. Nice. Nice പദ്ധതികളൊക്കെ ആയിട്ട് പുള്ളി വരുന്നുണ്ട്. പ്രൊപ്പോസ്ഡ് ആണ്, നിലവിൽ വന്നിട്ടില്ല, വരാം. പക്ഷെ ഈ സാധനമൊക്കെ നല്ല സാധനമാണ്, നമുക്ക് ഇതൊക്കെ പ്രാർത്ഥിക്കാക്കാന്ന്. ബോർഡർ വില്ലേജ് പ്രോഗ്രാം ഫോർ യൂത്ത് ഇൻ ഓർഡർ ടു ഫെമിലൈസ് വിത്ത് ദ ലൈഫ് ഓഫ് റിമോട്ട് പീപ്പിൾ. നമ്മുടെ ഉള്ളിൽ കുഗ്രാമങ്ങളിൽ ഉള്ള ആൾക്കാരുടെ ജീവിതം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതിയിലേക്ക് കൊടുക്കുന്നത് നല്ല കാര്യമാണ്. He also said that constructing 75 lakes in every district will promote water and environment conservation. PM said that emotional flavor of 𝐸𝐷𝐚𝐽𝐲 is the core of the campaign. ഇതൊക്കെ നടന്നാൽ നല്ല കാര്യമാണ്, സംശയമൊന്നുമില്ല. ഒരുപാട് സാധനങ്ങൾ സർക്കാർ ഇപ്പൊ ചെയ്യും എന്നാണ് സർക്കാർ പറയുന്നത്. India had 100 patriotic fervor. Here at the festival was a global opportunity to establish emotional concern for youth. Rajasthan's nadis and insurance against dry summer. ഇപ്പൊ രാജസ്ഥാനിൽ നദികൾ എങ്ങനെ ഉണ്ടാക്കാം, അതാണ് അടുത്ത ചോദ്യം. These water harvesting structures now filled to the brim have been answered to arid regions water woes. So രാജസ്ഥാന്റെ വാട്ടർ സ്കേസിറ്റി പരിഹരിക്കുന്നതിന് അവരുടെ ട്രഡീഷണൽ മെത്തേഡ്സും ഉണ്ട്, ന്യൂ മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മുടെ കറക്റ്റായിട്ട് എടുത്ത് നോക്കിയാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ മെത്തേഡ്സിനേക്കാൾ ഒക്കെ ആക്ച്വലി വർക്ക് ചെയ്തിട്ടുള്ളത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. പല സംഗതികൾ ഇത് നമ്മൾ ഓവർ സയന്റിഫിക് ആയുള്ള സാധനങ്ങൾ ചെയ്തിട്ടൊന്നും വിജയിച്ചിട്ടില്ല. സോ വാട്ട് ഈസ് രാജസ്ഥാൻ നദീസ്, ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടാൻ പോകുന്നത്. Traditional water harvesting structures brimming with rainwater called nadis or talabs. In these parts, these are shallow depressions across the rural landscape in arid regions of Jodhpur. So അത് നമുക്ക് മനസ്സിലായി എന്താണ് ഇവർ നദീസ് എന്ന് വിളിക്കുന്ന സാധനം. നമ്മുടെ നാട്ടിലെ നദിയല്ല, വേറെ ഹിന്ദിയിലും ചിലപ്പോൾ നാടിന്നോ വേറെ എന്തെങ്കിലും ആയിരിക്കും വിളിക്കുന്നത്. എനിവേ നമ്മുടെ നാട്ടിലെ കുളം പോലൊരു സംവിധാനമാണ്, താഴ്ന്ന ജല പ്രദേശം. അല്ലെങ്കിൽ നമുക്ക് സരോവരത്തൊക്കെ പോലെ എന്ത് വയ്ക്കാം, ചതുപ്പ് നിലങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുമല്ലോ, എ കൈൻഡ് ഓഫ് വെറ്റ്ലാൻഡ്. നദീസ് ഹാവ് ബീൻ എ പാർട്ട് ഓഫ് റൂറൽ ലൈഫ് ഫോർ ഏജസ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഗ്രാമത്തിലെ കുളം പോലെ സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത്. However, not all nadis are in good shape now. Several of them have fallen into despair, while others leak because of cracks in their embankment walls. Villagers who have made effort to maintain them are now reaping the benefit. The structures have been resolution to flash floods. സ്വാഭാവികം കുളങ്ങൾ എങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ തടാകങ്ങൾ എങ്ങനെ വാട്ടർ സ്കേസിറ്റി പരിഹരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നദി എന്താണെന്ന് മനസ്സിലായി.
Orans are mini oases in the otherwise arid landscape, he told Hindu. പിന്നെ orans എന്നുള്ള വാക്ക് കേട്ടാലും നിങ്ങൾ മനസ്സിലാക്കണം, that's another name for oasis, right? And because local Bishori community has worked hard. ബിഷ്ണോയ്സ് ആരാന്ന് നിങ്ങൾക്ക് അറിയാലോ. ബിഷ്ണോയ്സ് ആണ് എന്ത് ചെയ്തത്, പണ്ട് മരം വെട്ടാൻ പോകുന്ന സമയത്ത് മരത്തെ കെട്ടിപ്പിടിച്ച് ഞങ്ങളെ വെട്ടിയാൽ മാത്രം, മരം വെട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കി. മേധാ പട്കറിന്റെ ചിക്കോ മൂവ്മെന്റിന് മുമ്പ് മറ്റേ ഫേമസ് ആയ ആൾക്കാരാണ്. സോ ദേ ലവ് നേച്ചർ ലൈക്ക് എനിത്തിങ്. മരം വെട്ടാനും സമ്മതിക്കത്തില്ല, മരത്തെ കെട്ടിപ്പിടിച്ച് അങ്ങ് നിന്നളി. സോ അവരുടെയൊക്കെ വർക്കാണ് എന്ത് ചെയ്തത്, ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്, ഈ ചെറിയ സാധനങ്ങളെ കീപ്പപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇസ്രായേൽ സ്റ്റെപ്സ് അപ്പ് airstrikes on Gaza Strip. Biden to host specific alliance leaders at White House. രണ്ടും ആവശ്യമില്ലാത്തതാണെന്ന് പറയാൻ പറ്റത്തില്ല. You should read this. Israel steps up airstrikes on Gaza Strip. So international issue ആണ്. പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള ഇഷ്യൂ അറിയാത്ത കാര്യമൊന്നുമല്ല, നമുക്ക് കുറെ നാളായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. Nothing new about it. But still എന്തെങ്കിലുമൊക്കെ ഇന്റർനാഷണലി നടക്കുന്ന പുതിയ സംവിധാനങ്ങളെ കുറിച്ച് നമുക്ക് അറിയാൻ ഐഡിയ കിട്ടും. ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ പറ്റി അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെർച്ച് ചെയ്ത് നോക്കിയാൽ വേണം. ഉദാഹരണത്തിന് ഹമാസ് എന്താണ്, ആ സംഘടന എന്താണ്, അവരുടെ സ്വഭാവം ഇത് അറിയത്തില്ലെങ്കിൽ യു ഷുഡ് ലുക്ക് ഇൻ ടു ഇറ്റ്, റൈറ്റ്? ജിഹാദീസ് ഇഷ്യൂസ്, കുറെ സാധനം, പവർ ക്രൈസിസ്. സോ ഗാസയിലെ പ്രശ്നത്തെ പറ്റിയാ പറയുന്നത്, അത് അവിടെ കട്ടെ വായിച്ചു നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതെ, നമുക്ക് അടുത്തേക്ക് പോവാം. ബൈഡൻ ടു ഹോസ്റ്റ് സ്പെസിഫിക് അലയൻസ് ലീഡേഴ്സ് ടു വൈറ്റ് ഹൗസ്. സോ സ്പെസിഫിക് അലയൻസ് ലീഡേഴ്സിനെ വൈറ്റ് ഹൗസിലേക്ക് വിളിക്കുന്നു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ചൈനയ്ക്ക് ഇട്ടൊരു പണിയാവാനും സാധ്യതയുണ്ട്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. US seeks to counter China's growth to influence in the region. പസഫിക് കാലത്ത് നമുക്കറിയാം, പസഫിക് ഓഷനിൽ അവരുടെ ശക്തി വ്യാപിപ്പിച്ചുകൊണ്ട് ചൈനയെ തകർക്കുക അല്ലെങ്കിൽ ചൈനയെ പൂട്ടുക എന്നതാണ് നമ്മുടെ ബൈഡൻ ഉദ്ദേശിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് പുള്ളി എന്ത് ചെയ്തത്, പസഫിക് അലയൻസിലെ കംപ്ലീറ്റ് നേതാക്കന്മാരെ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളത്. സോ അതാണ് അതിന്റെ രത്ന ചുരുക്കം. വായിക്കാൻ തന്നെ നമുക്ക് പറയാൻ പറ്റും. വായിച്ചിട്ടും ഇതിൽ കൂടുതലൊന്നും കിട്ടാനുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് അധികം സാധനങ്ങൾ ഇതിനകത്തൊന്നും ഉള്ളിൽ നിന്നൊന്നും MCQ വരത്തില്ല. Parts of nuclear plant damaged in strikes. Kiev expect realistic US response. Reviving nuclear deal Iran. 50% fuel hike sparks protest in Bangladesh. Science and technology. Why strengthening genomic surveillance is an imperative. Recently, study revealed that rate of genetic changes in monkeypox virus was higher than expected. Again, ഈ ലേഖനം വായിച്ചു നോക്കണം. ഈ ലേഖനം വായിച്ചു നോക്കിയതുകൊണ്ട് മാത്രമായില്ല, ഈ ലേഖനം ഉപയോഗിക്കേണ്ടത് എന്തിന്റെ ബേസിൽ വന്ന ലേഖനം ചോദിച്ചാൽ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ മങ്കി പോക്സ്. നമ്മുടെ കൊറോണ പോലുള്ള സംഭവമാണ്. ഇതെല്ലാ ദിവസവും മങ്കി പോക്സിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ന്യൂസ് വന്നുകൊണ്ടേയിരിക്കും. സോ എല്ലാ ദിവസവും നിങ്ങൾ കവർ ചെയ്തില്ലെങ്കിലും മങ്കി പോക്സ് എന്ന് പറയുന്ന ഇഷ്യൂവിനെ നിങ്ങൾ ഹോളിസ്റ്റിക് ആയിട്ട് കവർ ചെയ്തിരിക്കണം, റൈറ്റ്? പബ്ലിക് ഹെൽത്ത് എമർജൻസി ആയിട്ട് WHO തന്നെ എന്ത് ചെയ്തു, പ്രഖ്യാപിച്ച കാര്യമൊക്കെ നമുക്കറിയാം. ജീനോം സീക്വൻസിങ്, എന്താണ് ജീനോം സീക്വൻസിങ് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സോ ബയോടെക്നോളജിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ സയൻസ് ആൻഡ് ടെക്കിൽ നിന്ന് വരുന്നുണ്ട്, റൈറ്റ്? അപ്പൊ മങ്കി പോക്സ് എന്ന് മാത്രം പറഞ്ഞൂടെ, ഇതിന്റെ ഇടയിൽ കയറി വന്നിട്ടുണ്ട്. ഇവരുടെ ഇഷ്ടപ്പെട്ട വിഷയമാണ് 2-3 വർഷമായിട്ട് ബയോടെക്നോളജി. സോ മച്ച് ക്വസ്റ്റ്യൻസ് ഫ്രം ബയോടെക്നോളജി. Over 100 genomes have been sequenced this year alone. Over 25 countries. Being a DNA virus, the monkeypox virus is like other pox viruses, has ability to have small rate of accumulated genetic changes. മങ്കി പോക്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നോട്ട് ഇറ്റ് ഡൗൺ. ഓൾറെഡി പലരും മങ്കി പോക്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതെടുത്ത് വായിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞാൻ വിടുന്നത്. Human genome known as protein editing. These proteins offer protection against certain viral infections by editing genome sequencing of the virus while it replicates cells. So ഇത് ശരിക്കും ഇതിന്റെ ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. വെക്ടർ എങ്ങനെയാണ് എഡിറ്റിംഗ് നടക്കുന്നത്, ഹൗ ഇസ് ബയോടെക്നോളജിയിൽ ക്രിസ്പർ ടെക്നോളജി എങ്ങനെയാണ്, എങ്ങനെ ജീൻ എഡിറ്റിംഗ് എന്താണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ലേഖനം വായിച്ചിട്ടൊന്നും മനസ്സിലാകത്തില്ല. ബട്ട് യു ഷുഡ് ലേൺ. സയൻസ് ആൻഡ് ടെക് സിലബസിൽ വരുന്ന സാധനമാണ് ക്രിസ്പർ ടെക്നോളജിയും ജീൻ എഡിറ്റിംഗും ബയോ സാധനങ്ങളൊക്കെ. ഇതാ ഇവിടെ ന്യൂസിൽ പോലും ക്രിസ്പറെ പറ്റി പറയുന്നുണ്ട്. ഹോൾ പ്രോമിസ് എ പയനോറിംഗ് ജീൻ തെറാപ്പി ഹാസ് യൂസ്ഡ് ക്രിസ്പർ Cas9 genome editing to target root cause of sickle cell diseases caused by flaw in bodies oxygen carrying protein affects more than 6 million people. So gene editing, that's a big topic. സയൻസ് ആൻഡ് ടെക് ക്ലാസ്സുകളിൽ നിന്നും അല്ലാതെയും നോട്ടുകളിൽ നിന്നും നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട വിഷയമാണ്. സ്റ്റഡി ഓഫ് റോക്കാമ gives insight into urbanization conservation. Presence of these ecotherms indicates warmer patches in the city. Presence of insects. നൈസ്. പ്രത്യേകതരം ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത്. അഗാമ ഒരു ജീവിയാണ്, റോക്കാഗാമ. പുള്ളി ചൂടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ പുള്ളി വരാറുള്ളൂ. അപ്പൊ മരുഭൂമിയിൽ കാണുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ സിറ്റിയിൽ കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം,
ഏകദേശം നമ്മുടെ സിറ്റീസിലെ ടെമ്പറേച്ചർ മരുഭൂമികളിലൊക്കെയുള്ള പോലെ ഉയർന്നു വരികയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. Usually, biodiversity conservation brings to mind large animals like tigers or elephants or even birds. But organs like rock agama play an equally important role in the ecosystem. So, ഇവിടെ തൊട്ട് അങ്ങോട്ടുള്ളത് നമുക്ക് എൻവയോൺമെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈ ടൈഗർ റിസർവ് എന്നൊക്കെ പറഞ്ഞ് മാത്രം പരിപാടി തുടങ്ങാൻ കാരണം കീസ്റ്റോൺ സ്പീഷീസിനെ മാത്രം നമ്മൾ സംരക്ഷിച്ചാൽ മതി, ബാക്കിയൊക്കെ ആയിക്കോളും എന്നതാണ് നമ്മുടെ ഒരു നിലപാട്. സോ ടൈഗേഴ്സ്, എലഫന്റ്സ് ഇവർക്ക് മാത്രമേ നമ്മൾ പ്രാധാന്യം കൊടുക്കാറുള്ളൂ, പിന്നെ കുറച്ച് പക്ഷികൾക്ക്. ഇവർ പറയുന്നത് നമ്മുടെ റോക്കഗാമയുടെ പോലുള്ള ലിസാർഡ് പോലുള്ള ഈ സാധനങ്ങൾക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇക്കോസിസ്റ്റത്തിൽ എന്നാണ് പറയുന്നത്. ഇൻ ബംഗളൂരു there is a lot of flora and fauna that is rapidly disappearing. The rock agama is one of such species which is dependent on rocky scrub habitats which are being converted into buildings and plantations. പുള്ളിയുടെ പ്രധാന ഇക്കോളജിക്കൽ ഫംഗ്ഷനെ കുറിച്ച്, എക്കോളജിക്കൽ നീഷിനെ കുറിച്ചിട്ടൊന്നും ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടില്ല. റോക്കഗാമയുടെ എക്കോളജിക്കൽ നീഷ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് പുള്ളിക്ക് ഇത്ര ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. എനിവേ, അത് കഴിഞ്ഞു. വൈ ഈസ് തായ്വാൻ കോട്ട് ബിറ്റ്വീൻ US ആൻഡ് ചൈന? ഇത് കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ന്യൂസിലുള്ള കാര്യമാണ്. സോ അതിന് പിന്നെ ഞാൻ പോകുന്നില്ല. ഇത് വായിക്കണം, പക്ഷെ ഇത് വായിക്കണ്ട എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള നോട്ടിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടിയാൽ അതിൻ്റെ അന്ന് എടുക്കാം. സോ തായ്വാൻ ചൈന ഇഷ്യൂ എന്താണ്, അതിൽ US ഉം ഇന്ത്യയും എങ്ങനെ ഇടപെടുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഐ ഹോപ്പ് ഇറ്റ് ഇസ് ഓൾറെഡി പ്രിപ്പയർഡ്. മിലിറ്ററി ഡ്രില്ലർ തുടങ്ങി തായ്വാനെ പേടിപ്പിക്കാനുള്ള ശ്രമം ചൈനയുണ്ട്. ചൈനയ്ക്ക് വെല്ലുവിളിയായി തായ്വാൻ എല്ലാ സപ്പോർട്ടും കൂടി അമേരിക്ക വന്നിട്ടുണ്ട്. സോ വാട്ട് ഇസ് ദ ഇഷ്യൂ, എന്തൊക്കെയാണ് അതിന്റെ നടക്കുന്ന കാര്യങ്ങൾ? കവർ ഇറ്റ്. വൈ വാസ് ദ ഗവൺമെന്റ് വിത്ഡ്രോൺ ദ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2000 ആഫ്റ്റർ JPC സ്ക്രൂട്ടനി? പറഞ്ഞിരുന്നുണ്ട്, വലിയ കാര്യമൊന്നുമില്ല. ഹൗ വിൽ ദ ഓപ്ഷൻ 5 ഇമ്പാക്ട് ദ സെക്ടർ? പിന്നെ നമുക്ക് ആവശ്യമില്ല. ടു മച്ച്, ഇത്രയും മൈക്രോ എക്കണോമിക്സ് നമുക്ക് വേണ്ട. California liberal who angered communist China. Nancy Pelosi. Nope. Firm hand rule of law. A Supreme Court judge since 2040 is known for his humanitarian approach. ഇവിടെ ആൾക്കാരെ പരിചയപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. നമ്മളെ പരീക്ഷയെ സംബന്ധിച്ചിട്ട് ഇവൻ സുപ്രീം കോടതി ജഡ്ജായിട്ട് വിരമിച്ച ആളായിക്കോട്ടെ, അബ്ദുൽ കലാമിനെ പറ്റി പോലും നമുക്ക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ കൂടി മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി മാത്രമേ നമുക്ക് പഠിക്കേണ്ട കാര്യമുള്ളൂ. റൈറ്റ്. സോ വി ആർ മൂവിങ് ഓൺ. SBI നെറ്റ് ഡ്രോപ്സ് നമുക്ക് ആവശ്യമില്ല. ടെക്സ്റ്റൈൽ എക്സ്പോർട്സ് റിവൈവ് സോൺ കമ്മീഷണർ റാഷി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ആ പത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്ന നേരെ ഇന്ത്യയുടെ മെഡൽ വിന്നിങ്ങിലേക്കാണ്. സോ മെഡൽ ഒരുപാട് കിട്ടുന്ന സമയത്ത് നിങ്ങൾ സ്പോർട്സ് പേജ് വായിക്കണ്ട എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ സ്പോർട്സ് 3 ചോദ്യം ചോദിച്ചാൽ നമുക്ക് അറിയാം, ബിക്കോസ് ഓഫ് ഒളിമ്പിക്സ്. സോ കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നതിനും ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്. സോ അതിന്റെ ഒരു ചരിത്രത്തെ കുറിച്ചിട്ടും സംവിധാനത്തെ കുറിച്ചിട്ടും എന്തെങ്കിലും റെക്കോർഡൊക്കെ ഉണ്ടെങ്കിൽ നോക്കി വെക്കണ്ടെന്നൊന്നും ഇപ്പൊ പറഞ്ഞോളാം, ചിലപ്പോൾ ചോദിച്ചെന്നൊക്കെ വന്നു കളി. അപ്പൊ ആ പത്രം നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ അത് കാര്യപ്പെട്ട വേറെ സാധനങ്ങളൊന്നും ഇല്ല, വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമുള്ള പത്രം. ടോയ് സ്റ്റോറി ഒന്നും ആവശ്യമില്ല. ന്യൂസ് ഇൻ ഫ്രെയിംസ്, നൈസ്. ദെൻ 8-ാം തീയതി അടുത്ത പത്രം എടുത്ത് നോക്കാം നമുക്ക്. ഇതിൻ്റെ അത് എന്താ ഉള്ളത്? അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ വലിയ പടം. എന്നിട്ട് എന്താ പറയുന്നു? ക്ലൈമറ്റ് ചേഞ്ച് ഫ്യൂലിംഗ് റൈസ് ഇൻ എക്സ്ട്രീം വെതർ ഇവന്റ്സ്. It has hampered the ability of forecasting agents to make predictions accurately. Uneven spread. As of August 7, while the cumulative monsoon rainfall over the country is 6% above normal, the spread of rainfall has been uneven. States in north and east such as Uttar Pradesh continue to raise deficient. 20% and 60% have long period of range versus. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ട സാധനം എൻ്റെ അഭിപ്രായത്തിൽ പറ്റുമെങ്കിൽ ഈ മാപ്പ് നിങ്ങൾക്ക് ഇതുപോലെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണ്. ഞാൻ സാധനമാണ് ഈ സാധനം. ഇപ്പൊ ഇന്ത്യയിലെ ഈ ഒരു മാപ്പ് വെച്ചിട്ട് അവരെന്താ ഡെപ്പിറ്റ് ചെയ്തേക്കുന്നത്? ഇന്ത്യയിലെ റെയിൻഫാൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തിലായിട്ട് ഇന്ത്യയിൽ എവിടെയൊക്കെ ഏതൊക്കെ സ്റ്റേറ്റിലാണ് നോർമൽ റെയിൻഫാൾ, എവിടെയൊക്കെയാണ് എക്സസ്, എവിടെയൊക്കെയാണ് ഡെഫിഷ്യന്റ്, എവിടെയാണ് ലാർജ് ഡെഫിഷ്യൻസി ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ രസകരമായിട്ട് ഇവർ ഈ മാപ്പിൽ കാണിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇങ്ങനെ പല കളറിൽ ഷെയ്ഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഒരു ഇന്ത്യൻ മാപ്പ് ജസ്റ്റ് വരച്ചിട്ട് നമുക്ക് എക്സസ് ആയിട്ട് എവിടെ മഴ വന്നിട്ടുണ്ട് എന്ന് മാത്രം ഷെയ്ഡ് ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ
1 2 മാർക്ക് കൂടുതൽ കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. സോ ഇത്തരത്തിലുള്ള ഇൻഫോഗ്രാഫിക് സാധനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. ഈ ലേഖനം മൊത്തം നമ്മുടെ ഡിസാസ്റ്റർ മാനേജറെ പറ്റിയാണ്, വായിച്ചു നോക്കുന്നതിൽ തെറ്റില്ല. അത്ര ഇൻഫോഗ്രാഫിക് സാധനങ്ങൾ കിട്ടുമ്പോൾ ഹിന്ദുന്ന് കിട്ടുമ്പോൾ എടുക്കുക. ഓക്കെ. PM Lord states for cooperative federalism in fighting COVID. Satellites launched by SSL with strong orbit not usable. പുതിയ സാറ്റലൈറ്റ് വല്ല പേരുണ്ടോ അതിൻ്റെ അകത്ത്? SSLV D1 satellites are no longer usable. Maiden mission launch vehicle carried Earth EOS-02 and the co-passenger satellite space. Not needed. City page. DDA is a CWS norms to hasten disposal of military ISIS member held in Delhi by drag month's case. Accused man raping daughter. Cabinet expansion sooner for anyone thinks Fatnavis. State farmers income constantly increasing in Haryana. CM Lal. And ഉണ്ടെങ്കിൽ നല്ല കാര്യം, പുള്ളി ചിലപ്പോൾ ചുമ്മാ തള്ളിയതായിരിക്കും. ഫാമേഴ്സിന്റെ our agricultural growth rate is about 3.3% per annum. Productivity is high in the state, which is 5.57 lakhs per hectare. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞുകൊണ്ട് ഇതിനൊന്നും യാതൊരു വിലയുമില്ല. എന്തെങ്കിലും ബോഡി നീതി ആയോഗ് പോലെ ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ എഴുതിയെടുക്കുക. പക്ഷെ പുള്ളിക്ക് ഇപ്പൊ ഒന്നും പറയാലോ, പുള്ളി അവിടുത്തെ CM അല്ലേ. സോ അതിനൊന്നും യാതൊരു പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതങ്ങ് വിടുന്നു. ചീറ്റ റീഇൻട്രൊഡക്ഷൻ. NBA chief dismisses concerns. We should keep in mind that cheetah are being brought in the country on an experimental basis. എങ്ങോട്ടോ ചീറ്റയെ കൊണ്ടുവരുന്നുണ്ട്. എന്താണ് സംഭവം? മധ്യപ്രദേശിലാണ് പാൽപൂർ നാഷണൽ പാർക്കിൽ KNPL നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി എന്ത് പറഞ്ഞു? This concerns that may cause the same problems faced by tigers in the country after breeding. The population could spread across the country after breeding, leading to the same problems faced by tigers. ആൾക്കാരുടെ കൺസേണിനെ പറ്റിയിട്ടൊക്കെയാണ്, പക്ഷെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ KNP നാഷണൽ പാർക്ക് ഏതാണ് ജില്ല, ഏത് നാട്ടിലാണ്, അവിടുത്തെ പ്രധാന മൃഗങ്ങൾ ഏതാണ് എന്നൊക്കെ നോക്കി വെക്കുക. എന്നതിനുപരി ഒന്നും ഈ ന്യൂസ് ഒന്നും ചെയ്യാനില്ല. ഡയറക്റ്റ് ആയിട്ട് there is nothing. Cave explorers. Water let out of Cherdoni Dam. There will be no flood-like situation, says Kerala Water Resource. ഒക്കെ നമ്മൾ ദിവസവും കാണുന്നല്ലേ. ചെറുതോണി ഡാം ഇപ്പൊ പൊട്ടും എന്ന് പറയല്ലാതെ ഇതടുത്തൊന്നും പൊട്ടാൻ പോകുന്നില്ല. Education plus spotlight on Asia Pacific. The mission of the HPR account of symbol connect the captains of the world. Again, tamasha. Editorial. Indian democracy and the promised republic. At 75th country must be judged by the extent to which it has advanced human development. ഓക്കെ, നല്ല ലേഖനമാണ്. അതിന്റെ മേൽഭാഗം തന്നെ വായിച്ചാൽ അറിയാം അടിപൊളി ലേഖനമാണെന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ വരിയിൽ പുള്ളി കാര്യം പറഞ്ഞിരിക്കുന്നു. സോ വെരി ഇമ്പോർട്ടന്റ്. ഈ ലേഖനം വായിക്കുന്നത് അത്യാവശ്യമുള്ള കാര്യമാണ്. കൺട്രി മസ്റ്റ് ബി ജഡ്ജ് ബൈ എക്സ്റ്റെന്റ് ടു വിച്ച് ഇറ്റ് ഹാസ് അഡ്വാൻസ്ഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഇന്ത്യയുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് എത്രത്തോളം 75 വർഷം കൊണ്ട് മെച്ചപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, രാജ്യത്തെ ജഡ്ജ് ചെയ്യാൻ എന്നാണ് ലേഖനം എഴുതുന്ന പുള്ളി പറഞ്ഞിട്ടുള്ളത്. റൈറ്റ്. എംപവറിംഗ് ദ ഇൻഡിവിജ്വൽ. When the economy is viewed as an ecosystem for enabling human development, the extent to which it has succeeded must be part of the assessment of democracy itself. Right. Economy is viewed as an ecosystem of an enabling human development. Nice ആയിട്ടുള്ള ഒരു ആംഗിൾ ആണ് പുള്ളി എക്കണോമിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. റൈറ്റ്. ഹ്യൂമൻ ഡെവലപ്മെന്റിന് വേണ്ട എക്കോസിസ്റ്റം ആണ് എക്കണോമി എന്ന് പറഞ്ഞത്. The extent to which it has succeeded. അത് എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് ഡെമോക്രസിക്ക് ഒരു പാരാമീറ്റർ ആയിട്ട് എടുക്കണം എന്നാണ് പുള്ളിയുടെ ആശയം. നല്ല സാധനങ്ങളൊക്കെയാണ്, നല്ല ഗംഭീര സംഭവം. It was implicit in Jawaharlal Nehru's message to the nations on August 15, 1947. Jawaharlal had acquired electoral leave. Whither do we go and what shall be our endeavor? And answer to this as follows: to bring freedom and opportunity to a common man, to the peasants and workers of India, to fight and end poverty and ignorance and disease, to build up a prosperous, democratic and progressive nation. ഈ ലേഖനം മൊത്തത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ്. ഈ കോട്ട് ബൈ കോട്ട് ഈ സാധനമൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ട് നെഹ്റുജി പ്രസംഗിച്ച പ്രസംഗമൊക്കെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലത് പുള്ളി ആ കോട്ട് എടുത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. നെഹ്റുവിന്റെ ലക്ഷ്യത്തിൽ
45-ൽ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി സ്പീച്ചിൽ നിന്നുള്ള എടുത്ത സാധനമായിരിക്കണം അത്. സോ ഇതിന്റെ അകത്ത് ഈ സാധനം നിങ്ങൾക്ക് മറ്റ് ആൻസറിലൊക്കെ നിങ്ങൾക്ക് കയറ്റാം. നെഹ്റു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, അല്ലാണ്ട് പുള്ളി ഇവിടെ പറയത്തില്ല. സോ ഇത് ലേഖനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോട്ട് ഉണ്ടാക്കാൻ അടിപൊളി സാധനമാണ്. ദ ഹോൾ തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സമയം വൈകിയോണ്ട് എനിക്കും വായിക്കണമെന്നുണ്ട്, പക്ഷെ തൽക്കാലം ഞാൻ പിന്നെ വായിച്ചോളാം, സമയം കുറവാണ് നമ്മുടെ അടുത്ത്. By Nidhi Aayog in 2021 show multi-dimensional poverty in Bihar to be covered, while it was a little more than 1% in Kerala. കേരളത്തിൽ നോക്കണ്ട, കേരളം സംഭവം. Tapping technology check minor mineral fund. India has grossly underestimated the issue of illegal mining, which damages the environment and causes revenue loss. So illegal mining നെ പറ്റിയിട്ടാണ് വാർത്ത, അതും വായിച്ചു നോക്കാവുന്നതാണ്. Environment impact assessment notifications of non-made environment. നമുക്കറിയാം നമ്മൾ ഈ പ്രകൃതി ലോല സ്ഥലങ്ങളിലൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം. Request change regulatory framework of minor minerals requiring environment for mining areas less than 5 acres. Observation by agencies. United Nations Environment Program 27 ranked India and China as the top 2 countries where illegal and sand mining had led to sweeping environment degradation. So this is good. ഇതിനകത്ത് കിട്ടേണ്ട പോയിന്റ് ഇതൊക്കെയാണ്. ഇറ്റ്സ് എ ഗുഡ് പോയിന്റ്. ഈ സാധനം അങ്ങോട്ട് അതുപോലെ എടുത്തു വെക്കുക. യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞ കാര്യം, ഇന്ത്യയാണ് എന്ത് ചെയ്തത്? ഇന്ത്യയും ചൈനയുമാണ് ലോകത്തെ 1ാം നമ്പർ രാജ്യങ്ങൾ എന്തിൽ? ഇല്ലീഗൽ സാൻഡ് മൈനിങ് നടക്കുന്നത് ആൻഡ് സ്വീപ്പിംഗ് എൻവയോൺമെന്റ് ഡീഗ്രഡേഷൻ. Despite this, there is no comprehensive assessment available to evaluate the scale of sand mining in India. ഊഴിക്കടത്ത് തടയാൻ പറ്റത്തില്ല. Center for Science and Environment of the Yamuna Riverbed in Uttar Pradesh have observed that increasing demand for soil has severely affected soil formation and the soil holding ability of the land. So soil holding ability of land കുറഞ്ഞാൽ എന്ത് പറ്റും? ഫ്ലഡ് ഫ്രീക്വൻസി കൂടും, ഡ്രൗട്ടുകൾ കൂടും. Narmada Basin, sand mining has reduced the population of mushir fish from 76% അതിന് താഴേക്ക് പോയി. സോ നമുക്ക് ഇതൊക്കെ എൻവയോൺമെന്റിനെ വളരെ മോശമായി ബാധിക്കുന്നു. അതിന്റെ ഫാക്ടുകൾ നമുക്കറിയുന്ന കാര്യമാണ് മോശമായി ബാധിക്കുന്നുള്ളത്. അതിനുള്ള ഫാക്ടുകൾ ഒരുപാട് ഈ സ്ഥാനത്തുണ്ട്. റൈറ്റ്. അതുപോലെ വേറൊരു ആംഗിൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ലീഗൽ മൈനിങ് കാരണം സർക്കാരിന് എത്രയോ രൂപ നഷ്ടം വരുന്നു എന്നൊരു ആംഗിൾ കൂടി പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. പവർ ഓഫ് ടെക്നോളജി, സാറ്റലൈറ്റ് ഇമേജ് ഉപയോഗിച്ചിട്ടും ഒക്കെ നമ്മൾ ഇതിനെ നിയന്ത്രിക്കണം എന്നാണ് പുള്ളി പറഞ്ഞു വരുന്നത്. അഡീഷണൽ ഡ്രോൺസ്, ഇന്റർനെറ്റ് തിങ്സ് ആൻഡ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ക്യാൻ ബി ലിവറേജ് ടു മോണിറ്റർ മെക്കാനിസംസ് ബൈ യൂസിംഗ് GPS, റഡാർ ആൻഡ് റേഡിയോ ഫ്രീക്വൻസീസ്. സോ അതിന്റെ സംഭവം പ്രധാനമായിട്ട് അതാണ്. ജഡ്ജിങ് ദ ഫഡ്ജിങ് ഓഫ് ഡാറ്റ. Available technologies for identifying data fudging are still inadequate to address all possible situations. പസ്മന്ദ മുസ്ലിംസിന്റെ ലേഖനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിൻ്റെ അകത്ത് കുറച്ച് സാധനം വരുന്നുണ്ടെങ്കിലും ഒരു പൊളിറ്റിസൈസ് സാധനത്തിന്റെ ലുക്ക് ഉണ്ട് ശരിക്കും. സോ ദാറ്റ് വി ഡോണ്ട് നീഡ്. യു ക്യാൻ റീഡ് ദിസ് ജഡ്ജിങ് ദ ഫഡ്ജിങ് ഓഫ് ഡാറ്റ. ജെനറ്റിക്സുമായി ബന്ധപ്പെട്ട സാധനമാണ്. സോ അത് നമ്മൾ വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അത്യാവശ്യം വലുപ്പമുണ്ടോ. അത്യാവശ്യം വലുപ്പമുണ്ട്, പക്ഷെ വായിച്ചു നോക്കാവുന്ന കാര്യമാണ്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ 8ാം ക്ലാസ്സിലെ പുസ്തകത്തിലൊക്കെ നിങ്ങൾ വായിച്ചു കേട്ട മെന്റലിന്റെ പേരൊക്കെ നിങ്ങൾ അവിടെ എവിടെയും കണ്ടെന്നൊക്കെ വരാം. അവിടെ ഞാനിവിടെ കണ്ടല്ലോ. ആൻഡ് എഡിറ്റോറിയൽ നേച്ചർ ജെനറ്റിക്സ് ഇൻ ജനുവരി എവറി മെന്റലിനിയൻ ഇയർ റിമൈൻഡഡ് us of the 20th birthday of ഗ്രെഗർ മെന്റൽ, ഫാദർ ഓഫ് മോഡേൺ ജെനറ്റിക്സ്. പുള്ളിയെ പറ്റിയൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ക്രോസിംഗ്, പുള്ളി പൂവുള്ള വെള്ളപ്പൂവും ചുവപ്പ് പൂവുള്ള പൂവുകളെ ക്രോസ് ചെയ്തിട്ട് ജെനറ്റിക്സിന്റെ ആദ്യ സിദ്ധാന്തങ്ങളൊക്കെ പുള്ളി ഉണ്ടാക്കിയതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ലേഖനം വായിച്ചു നോക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പുതിയ അറിവുകൾ ചിലപ്പോൾ കിട്ടും. ഓക്കെ, കൊണ്ട് വായിച്ചു നോക്കാം. അത്ര തന്നെ. ഡാറ്റാ പോയിന്റ്.
പക്ഷേ ചെസ് കളിയെ പറ്റിയിട്ടാണ്. സോ നമുക്ക് ആവശ്യമില്ല. ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അവസാന പ്രതീക്ഷ. How is collegium constituted and what are its responsibilities? Who is said to be the next Chief Justice of India? What exactly is collegiate system? So ഓൾറെഡി പൊളിറ്റിയിൽ നമ്മുടെ ലക്ഷ്മികാന്തിൽ ഈ സാധനമൊക്കെ വരുന്നുണ്ട്. കൊളീജിയൽ സിസ്റ്റം എന്താണ്, എങ്ങനെയാണ് ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റ്, അത് ആരാണ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നിലവിൽ ഇതിൻ്റെ അകത്തുള്ള സജഷൻസ് എന്തൊക്കെയാണ്, ഓൾറെഡി നമ്മുടെ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിന് വിശദമായിട്ട് നമ്മുടെ ലക്ഷ്മികാന്ത് ചർച്ച ചെയ്യുന്നുണ്ട്. സോ അതിനൊരു അഡീഷൻ എന്ന രീതിയിൽ ചില ഡാറ്റ അവിടെ ഇവിടെ കിട്ടും, നിങ്ങൾക്ക് വായിക്കാവുന്ന കാര്യമാണ്. ദെൻ ഗ്രേറ്റ് ബാരിയർ റീഫ്സ് റിക്കവറി ആൻഡ് വൾണറബിലിറ്റി ടു ക്ലൈമറ്റ് ത്രെറ്റ്സ്. നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഏറ്റവും കൂടുതൽ ചലഞ്ച് അനുഭവിക്കുന്ന ടീം ആരാന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് കോറൽ റീഫ്സ്. സോ കോറൽ റീഫുകൾ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയെ പറ്റി നമുക്ക് അറിയുന്ന കാര്യമാണ്, റൈറ്റ്? ഫ്ലോറൽ ബ്ലീച്ചിങ് എന്നാണ് ഇതിനെ വിളിക്കുക. സോ ഇത് വെള്ള നിറത്തിലേക്ക് ഇതിന്റെ രൂപം മാറിയാൽ അതിന്റെ അർത്ഥം കോറൽ മരിച്ചു പോയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സോ ഇത് നാട്ടിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഈ ഓഷ്യൻ വാട്ടറിന്റെ ടെമ്പറേച്ചറിൽ സലിനിറ്റിയിലൊക്കെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് കോറൽ ബ്ലീച്ചിങ് നടക്കാൻ കാരണം. സോ ഇതിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് സർക്കാർ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടെയും ഗ്രേറ്റ് ബാരിയർ റീഫിനെ പറ്റിയിട്ട് ഒരു ലേഖനം. അപ്പൊ അതിനകത്ത് എന്താണ് കോറൽ റീഫുകൾ എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇവിടെ വായിച്ചു നോക്കിയാൽ നല്ല ഭീകരമായിട്ടുള്ള വിശദമായിട്ടുള്ള എന്തുണ്ട് എക്സ്പ്ലനേഷൻ ഉണ്ട്. 2 ടൈപ്പ് കോറൽ റീഫ് ഉണ്ട്, ഹാർഡ് കോറൽസ് ആൻഡ് സോഫ്റ്റ് കോറൽസ് എന്ന് പറഞ്ഞ് വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. സോ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വാട്ട് ഡസ് ദ ന്യൂ റിപ്പോർട്ട് സേസ്, കോറൽ റീഫിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞ് എനിക്ക് ഇഷ്ടമായി. Coral reef supports over 25% of marine biodiversity even as they take up only 1% of sea floor. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കോറൽ റീഫുകൾ 1% ഓഫ് സീ ഫ്ലോർ മാത്രമേ എടുക്കുന്നുള്ളൂ. സ്റ്റിൽ ഇറ്റ് സപ്പോർട്ട്സ് ഓവർ 25% ഓഫ് മറൈൻ ബയോഡൈവേഴ്സിറ്റി. സോ കീസ്റ്റോൺ സ്പീഷീസ് പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്കോളജിക്കൽ നീഷ് നമ്മുടെ കോറൽ ലീവ്സ് വഹിക്കുന്നുണ്ട്. നമുക്കറിയുന്ന കാര്യമാണ്, നമ്മളെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ കോറൽ ലീവ്സ്. ഒരുപാട് ജീവികൾക്ക് അഭയം നൽകുന്നുണ്ട് കോറൽ ലീവ്സ്. ഇറ്റ്സ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് അവർ മറൈൻ എക്കോസിസ്റ്റം. സോ കോറൽ ലീവ്സിനെ പറ്റി മാത്രം യൂട്യൂബിൽ നിങ്ങൾക്ക് എന്ത് കാണാന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ടൊരു സാധനമുണ്ട്. ഇവരുടെ BBC അല്ല, പക്ഷെ ഗംഭീരമായ ഡോക്യുമെന്ററി ഉണ്ട്. പേര് ഞാൻ മറന്നുപോയി, BBC ഞാൻ തോന്നുന്നു. കോറൽ ലീവ്സിനെ പറ്റി മാത്രം ഒരു ഡോക്യുമെന്ററി ഉണ്ട്, ഫ്രീ ഡോക്യുമെന്ററി ആണ്, അടിപൊളി സാധനം. Annual long-term monitoring by AIMS began 36 years ago and reefs are surveyed through in-water and aerial techniques. The current report surveyed 87 reefs in Great Barrier Reef between August 2021 and May 2022. The report states that reef systems are resilient and capable of recovering after disturbance such as accumulated heat stress and cyclones. അപ്പോൾ ഇവർ പറയുന്നത് നമ്മൾ കോറൽ ബ്ലീച്ചിങ് നടന്നാൽ പോലും we can recover. നമ്മൾ ശ്രദ്ധിച്ചാൽ, വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ കോറൽ തിരിച്ചു വരും എന്നതാണ് പറയുന്നത്. The hard coral cover in North GBR has reached 36%, while that in central region had reached 33%. Meanwhile, coral cover levels declined in the southern region from 38 to 34. Record levels of recovery, the report showed, were fueled largely by increase in the fast-growing acropora corals, which are dominant type in GBR. Okay, GBR-ലെ പ്രധാന കോറലിന്റെ പേരും കിട്ടി. Recent recovery in parts of reef are high levels acute stresses. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, അറിയില്ലെങ്കിൽ പഠിച്ചു വെച്ചോ. കോറൽ എന്ന് പറയുന്നത് ഒറ്റ ജീവിയല്ല. കോറൽ എന്ന് പറയുന്ന സാധനം ഷെല്ല് മാത്രമാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ സുക്സന്തല എന്ന് പറയുന്ന ജീവി വന്ന് നിൽക്കുന്ന സമയത്താണ് കോറലിന് നിറം കിട്ടുന്നത്. സോ ഇറ്റ്സ് എ എക്സാമ്പിൾ ഫോർ സിംബിയോട്ടിക് റിലേഷൻഷിപ്പ്. ഇതൊക്കെ എൻവയോൺമെന്റ് ക്ലാസ്സിൽ എടുത്തതായിരിക്കും, അതുകൊണ്ട് ഇത് വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരിക്കും. First mass bleaching ever occurred in 1998 when the El Nino weather pattern caused sea surface to heat, causing 8% of world's corals to die. Second event took place in 2002, but the longest and most damaging bleaching event took place from 2014 to 17. So mass bleaching ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. Why are regulators sweeping down on stable coins? Text and context. ക്രിപ്റ്റോ മാർക്കറ്റിലെ സ്റ്റേബിൾ കോയിൻസിനെ എന്തിനു നമ്മൾ
ചവിട്ടി പുറത്താക്കണം എന്നാണ് ചോദ്യം. സ്റ്റേബിൾ കോയിൻ ഇസ് എ ഡിജിറ്റൽ കറൻസി ഹൂസ് വാല്യൂ ഇസ് പെഗ്ഡ് ടു എ സ്റ്റേബിൾ അസറ്റ് സച്ച് ആസ് US ഡോളർ. സോ ആദ്യമായിട്ട് നമ്മൾ ലിബ്ര കൊണ്ടുവന്ന് നമ്മുടെ ഈ ചങ്ങായി നമ്മുടെ എന്തായിരുന്നു പുള്ളിയുടെ പേര്, ഫേസ്ബുക്കിന്റെ മുതലാളി സുക്കർബർഗ് ആണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. അതായത് ചുമ്മാ ബബിൾ പോലെ വില കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു ക്രിപ്റ്റോ അല്ലാതെ നമ്മൾ സാധാരണ നോട്ട് അടിക്കുന്ന പോലെ അസറ്റ് ബാക്ഡ് ക്രിപ്റ്റോ കറൻസി, ഈ ആശയം കൊണ്ടുവന്നത് നമ്മുടെ സുക്കർബർഗ് ആണ്. സോ അത്തരത്തിൽ അസറ്റ് ബാക്ഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കോയിൻസിന് പറയുന്ന പേരാണ് സ്റ്റേബിൾ കോയിൻസ്. അവരുടെ വാല്യൂ അത്ര പെട്ടെന്ന് എന്തെങ്കിലും ഇടിച്ചൊന്നും പോകത്തില്ല. ബിക്കോസ് ദേ ആർ ബാക്ഡ് ബൈ ആൻ അസറ്റ്. അവർക്ക് വില കൊടുക്കുന്ന ഒരു സാധനം റെപ്രസെന്റ് ചെയ്യാൻ അവർക്ക് എന്തുണ്ട്, ഒരു അസറ്റ് പുറകിലുണ്ട്. ദാറ്റ്സ് ദ തിങ്. സോ എന്നിട്ട് എന്തുകൊണ്ട് ഇവരെ ഒഴിവാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. വാട്ട് ആർ ദ യൂസ് കേസ് ഫോർ സ്റ്റേബിൾ കോയിൻസ്? How stable are stable coins? Stable coins are only stable as their investors' faith in the peg. It has been dragged through American legal systems and investors. ആവശ്യത്തിനേക്കാൾ കൂടുതൽ ഇതിന് എന്തുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനേക്കാൾ കൂടുതൽ ഡെപ്ത് ഉണ്ട്. EU based lawmakers agreed the makers of crypto assets for MiCA law. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇല്ലാന്ന് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരു ആവശ്യത്തെക്കാൾ കൂടുതൽ ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് എല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. Friendship Day, 10 news. Husbands of elected women take oath in MP panchayats. ഇത് വലിയ ഇഷ്യൂ ആണ്, ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. വലിയ തമാശയാണ് ഇന്ത്യ നടക്കുന്നത്. നിങ്ങൾ പഞ്ചായത്ത് എന്നുള്ള സീരീസ് എത്ര പേര് കണ്ടു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇന്ത്യയിലെ സത്യസന്ധമായിട്ടൊരു അവസ്ഥ കാണിക്കുന്നുണ്ട് അവര്. അവിടെ പഞ്ചായത്ത് എന്നുള്ള സീരീസ്, അതിനകത്ത് നോക്കിയാൽ നമുക്ക് അറിയാം ഇന്ത്യയിലെ മെയിൻ പ്രശ്നം പല സ്ഥലത്തും 33% അല്ലെങ്കിൽ 50% നമുക്ക് എന്തുണ്ട്, പല സ്ഥലങ്ങളിലും നമുക്ക് റിസർവേഷൻ ഉണ്ട് ഫോർ വിമൻ to make them participate in politics. അപ്പൊ വുമൺ എംപവർമെന്റ് ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന സംഭവമൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തമാശ, ഇവരുടെ ഭാര്യമാരെ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, അല്ലെങ്കിൽ സ്ത്രീകൾ മത്സരിച്ച് വിജയിച്ച് അവിടുത്തെ പ്രസിഡന്റ് ഒക്കെ ആവും. പക്ഷേ അവർക്ക് വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ പോവുകയും നാട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക അവരുടെ ഭർത്താക്കന്മാർ തന്നെയാണ്. സോ ഓൺ പേപ്പർ മാത്രം നമ്മുടെ എന്ത് ഇല്ലാതായി പോകുന്നുണ്ട്, വുമൺ എംപവർമെന്റ് ഇല്ലാതായി പോകുന്നുണ്ട്. സോ ഇവര് സ്ത്രീകൾക്ക് 50% റിസർവേഷൻ കൊടുത്തത് സത്യത്തിൽ ഒരു പ്രയോജനം ഇല്ലാത്തൊരു സംഭവമായിട്ടാണ് UPയിലും രാജസ്ഥാനിലും ഒക്കെ മാറുന്നത്. കാരണം ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ ഭർത്താവാണ് വന്ന് എന്ത് ചെയ്യുക, ഭരിക്കുക. നാട്ടുകാര് പ്രസിഡന്റ് ആയിട്ട് കാണുന്നതും ഒരിക്കലും ഈ സ്ത്രീയല്ല, ഇവരുടെ ഭർത്താവിനെയാണ്. അപ്പൊ ഇത് UPയിലും രാജസ്ഥാനിലും അതുപോലെ ബീഹാറിലും ഒക്കെയുള്ള വലിയൊരു തമാശയാണ്. പഞ്ചായത്ത് സീരീസ് കണ്ടാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ സാധനം മനസ്സിലാവുകയും ചെയ്യും. ഇന്ത്യയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഇവർ ശുദ്ധരായ മനുഷ്യരാണ്, പക്ഷേ ഇവരൊരിക്കലും എന്ത് ചെയ്യത്തില്ല, സർക്കാർ നിയമം ഉണ്ടാക്കിയിട്ട് പോലും ഇലക്ഷന്റെ ദിവസം അല്ലാതെ ഇവരുടെ ഭാര്യമാരെ വീടിന്റെ പുറത്തേക്ക് ഇറക്കത്തില്ല എന്നതാണ് അതിന്റെ സത്യം. India begins cooperation with combined maritime forces, modalities of nature of cooperation being worked out, says officials. Last month, India formally commended cooperation with Bahrain-based multilateral partnership combined maritime forces. However, the modalities of exact nature of cooperation are being worked out according. In a first US Navy ship in India for repairs. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. Satellites launched by SSLV in wrong orbit. Important അല്ല. States holding up results of economic census center. Okay, സ്റ്റേറ്റുകളെ കുറ്റം പറയുന്നുണ്ട് സെന്റർ. സോ അങ്ങനെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ എന്തായാലും വായിച്ചു നോക്കണം. Center has blamed the states for prolonged delay in releasing the findings of the 7th economic census, a critical compendium of formal and informal non-farm enterprise operating across the country. In a submission to Parliament's Standing Committee on Finance, the committee chaired by Bi has rapidly Minister of Recommendations. So 7th എക്കണോമിക് കമ്മീഷന്റെ റിസൾട്ടുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, സ്റ്റേറ്റുകൾ പുറത്തു വിടുന്നില്ല എന്നതാണ് സെന്റർ പറയുന്ന പ്രശ്നം. ഇതിൽ പകുതിയും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഇതിനെതിരെ മന്ത്രി ആനടിക്കുകയാണ്. അതൊരു പ്രശ്നമാണ്. മിനിസ്റ്റർ ഇൻഫോം ദാറ്റ് കമ്മിറ്റി ആസ് പെർ ദിസ് റിപ്പോർട്ട് ടേബിൾ ലാസ്റ്റ് വീക്ക്. However, approvals of states and UTs are not forthcoming. നമ്മൾ വിചാരിച്ച അത്ര ഇമ്പോർട്ടൻസ് ഈ സാധനത്തിനില്ല. പുള്ളി ഇത് പൂർണ്ണമായി രാഷ്ട്രീയമാക്കി മാറ്റിക്കളഞ്ഞു. All secular democratic parties should come together to defeat BJP. Congress MPs Rahul Mobi net of in Manipur riots.
Inflation is much higher in Telangana. 𝐸.𝐚𝐻𝐿 Reddy. Agreement scheme evolves good response. CR gets first woman chief. Delayed reimbursement of fellowship is a right of violation. Foreigners Tribunal appoints hang fire. Foreigners Tribunal എന്താന്ന് മാത്രം ഇതിന്റെ അകത്ത് തപ്പിയെടുത്താൽ നന്നാവും. ഓക്കെ. ഫോറിനേഴ്സ് ട്രൈബ്യൂണലിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ ആളെ നിയമിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുള്ള ന്യൂസാണ്. ഈ ന്യൂസൊക്കെ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഈ പത്രത്തിലുള്ളത്. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. സമയം വൈകിക്കൊണ്ടൊന്നുമല്ല. സെന്റർ മമ്മോൺ അവൈലബിലിറ്റി റിക്വയർമെന്റ് ഓഫ് കീ ലെപ്രസി ഡ്രഗ്. ഇങ്ങനത്തെ പത്രമൊക്കെ വരുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ഒന്നും വായിക്കണ്ടല്ലോ. ഫണ്ടുകൾ ബഫറ്റ് ബാറ്റ്സ് ഓൺ ഇൻഡെക്സ് ഫണ്ട്സ്. സോ നമുക്ക് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫണ്ട്സ് എന്താണെന്നൊക്കെ അറിയാം, നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ലേഖനം. Thousands of investors from around the world tune in the annual general meeting of American conglomerate firms to hope to revive investing wisdom on the biggest. So നമ്മുടെ ഒരു ഇന്ത്യൻ എക്കണോമിക്സിൽ നിന്ന് കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമില്ലാത്ത എക്കണോമിക്സിലേക്കാണ് ആ ലേഖനം പോകുന്നത്. സോ വി ക്യാൻ അവോയ്ഡ് ദാറ്റ്. അതുപോലെ തന്നെ ഇൻഷുറൻസിനെ പറ്റിയിട്ടും ഒരു സാധനമുണ്ട്. അതൊന്നും സിവിൽ സർവീസിന് വേണ്ട സാധനമല്ല. China continues to drill with Taiwan Strait. It announces live free exercise on yellow seas between China and Korean Peninsula. So important news ആണ്, പക്ഷെ നമ്മൾ ഓൾറെഡി കവേർഡ് ആണ്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം കവേർഡ് ആയിരിക്കും. സോ ഇത്തരം സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മയിലേക്ക് വന്നത്, നിങ്ങൾ ഈ സാധനം കവർ ചെയ്യുന്ന സമയത്ത് വേൾഡ് ജിയോഗ്രഫിയിലെ ക്വസ്റ്റ്യൻസും കൂടി കണക്കാക്കിയിട്ട് ഇതിന്റെ ഇടയിലുള്ള സ്ട്രേറ്റുകൾ, ഇസ്തുമിസുകൾ, ചാനലുകൾ, അതായത് തായ്വാൻ ചൈനയുടെ ഇടയിലുള്ള എല്ലാ സാധനങ്ങളും, സ്ട്രേറ്റുകൾ ഉണ്ടെങ്കിൽ സ്ട്രേറ്റ്, അല്ലാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏതാണ് കടൽ, ഇവർ ഷെയർ ചെയ്യുന്ന മറ്റ് ബൗണ്ടറികൾ, ഇതിന്റെയൊക്കെ പേരൊക്കെ പഠിച്ചു വയ്ക്കണം. കാരണം ഇത്തരം ഒരു ന്യൂസ് ഉള്ളത് കൊണ്ട് ഇത് നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തായ്വാനിൽ കൂടി പോകുന്ന നദി, ചൈനയിൽ കൂടി ഈ ഭാഗത്തുകൂടി പോകുന്ന പ്രധാന നദി, അത് ഏത് കടലിലേക്കാണ് ചാടുന്നത് തുടങ്ങിയ എല്ലാ സാധനവും കവർ ചെയ്യണം. ഓക്കെ. അവിടുത്തെ പ്രധാന മലനിരകൾ, പ്രധാന ചെറിയ കടലുകൾ, എല്ലാ സാധനവും ആവശ്യമാണ്. ഈ ന്യൂസിന്റെ ബേസിൽ എന്ത് ചെയ്ത് കളയും, ഇത് ചോദിച്ചു കളയും. He thanks Bangladesh for backing One China policy. So One China policy എന്ന് പറഞ്ഞാൽ അറിയാലോ, One China Strong China, നമ്മുടെ മാവോന്റെ പോളിസിയുടെ ബാക്കിയാണ്. ഒരേ ഒരു ചൈന എന്ന് പറഞ്ഞാൽ തായ്വാനും ടിബറ്റും ഒക്കെ ചൈനയുടെ ഭാഗമാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. സോ ബംഗ്ലാദേശ് ചൈനയെ നല്ലോണം സോപ്പിടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പണിയാണ്. IAEA raises alarms over strikes at nuclear plant in Ukraine. IAEA എന്താന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. IAEA എന്ന് പറയുന്നത് അറ്റോമിക് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു സയന്റിഫിക് ബോഡി എന്നൊക്കെയാണ് പേര്. പക്ഷെ അമേരിക്കയുടെ കയ്യിലുള്ള ഒരു കളിപ്പാവ്യം. അവിടെ മെമ്പർ ആവണമെങ്കിൽ പോലും അതിന് അപേക്ഷ കൊടുക്കേണ്ടത് IAEA അല്ല, നമ്മുടെ അമേരിക്കൻ ഗവൺമെന്റിനാണ്. സോ IAEA ആണ് നമ്മുടെ NPT ഒക്കെ നടപ്പിലാക്കുന്നതും. NPT ഒപ്പിട്ടാൽ എല്ലാ രാജ്യത്ത് പോയി അതിനെപ്പറ്റി പരിശോധന നടത്തുന്നതൊക്കെ നമ്മുടെ IAEA ആണ്. സോ IAEA എന്ന് പറയുന്ന ബോഡിയെ പറ്റി അറിയില്ലെങ്കിൽ യു ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. സോ NSG, IAEA, NPT ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് അവസാനിച്ചിരിക്കുന്നു. പല ദിവസങ്ങളിലെ പത്രം എങ്ങനെയായിരിക്കും, കാര്യമായിട്ടൊന്നും ഉണ്ടാകത്തില്ല. ചില ദിവസത്തെ പത്രത്തിൽ എല്ലാം ആവശ്യമുള്ളതായിരിക്കും. സോ ഇന്നത്തെ മിനിഞ്ഞാത്തെയും പത്രം വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നുമില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ചോദ്യം വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് ഈ പത്രത്തിൽ നിന്ന് വളരെ കുറവാണ്. നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതുള്ളത് എഡിറ്റോറിയൽ മാത്രമാണ്. സോ തിങ്കളാഴ്ചത്തെ പത്രത്തിൽ എഡിറ്റോറിയൽ ഉണ്ട്, ഞായറാഴ്ചത്തിൽ അതില്ല. ബട്ട് ന്യൂസ് സെക്ഷനിലൊക്കെ 2-3 നല്ല സാധനം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ദർ ഇസ് നത്തിങ് എൽസ്. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഒന്നുമില്ലാത്തൊരു പത്രത്തെ പിന്നെയും വായിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും സിലബസ് കവർ ചെയ്യുന്നതിന് വേണ്ടി ടൈം കൊടുക്കുക. ഇതിൻ്റെ അകത്തൊക്കെ ഈ ലേഖനങ്ങളൊക്കെ വെറുതെ വായിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഡീപ്പായിട്ടൊന്നും പോയി നിങ്ങൾ ദയവ് ചെയ്ത് സമയം കളയരുത്. വേറെ ഇഷ്ടം പോലെ സാധനങ്ങൾ പഠിക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ അകത്ത് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി അതിൽ കുറേ സമയം കളഞ്ഞ് അതിൽ PhD എടുത്ത് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം.
ഓക്കെ, സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. Thank you, sir. Good night. Thank you, sir.